അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അധിക റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനെ കുറിച്ചിട്ട് യാതൊരു ഐഡിയ ഇല്ല. റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ഈവൻ സൂപ്പർ മാർക്കറ്റ് ചെയിൻസ്, അവരെല്ലാവർക്കും എല്ലാ ബിസിനസ്സുകൾക്കും അവരിപ്പോൾ ഹൈലി ഡിപ്പെൻഡൻ്റ് ആണ് ഈ അഗ്രിഗേറ്റർ ആപ്സിനെ വെച്ചിട്ട്. ഞാനൊരു നെയിം എടുത്ത് പറയുന്നില്ല ഒരു ആപ്പിനും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു റെസ്റ്റോറൻറ്റ് ഒരു 20 ദിറംസിന് ഒരു 10 ദിറംസിന് ഫോർ എക്സാമ്പിൾ ബിരിയാണി വിൽക്കുന്നുണ്ട് വിചാരിക്കുക, ഒരു ഐറ്റം വിൽക്കുന്നുണ്ട്. അവർക്ക് ഈ 30% കമ്മീഷൻ പോകുന്നത് കൊണ്ട് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കൂട്ടിയിടും. ഇത് ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സാണ് ഓർ ബൈങ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഇറാഡിക്കേറ്റ് ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ ഗസീബോ പോലത്തെ ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങുകയാണ്, അല്ലെങ്കിൽ ഏത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് എൻ്റെ ഓർഡർ ലേറ്റ് ആയി ഞാൻ ഡയറക്റ്റ്ലി റെസ്റ്റോറൻറ്റ് വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല ഏത് ഓർഡർ ആണെന്ന് ഒന്നും അവർക്ക് അറിയില്ല. കാരണം അത് ഫുൾഫിൽ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമാണ്. സോ ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ടെക് സൊല്യൂഷനിലുള്ള ഗ്യാപ്പ്. നമ്മൾ കമ്മീഷൻ കാര്യങ്ങൾ ചാർജ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഇറ്റ്സ് മോർ ഫ്രീ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വി ആർ ഗിവിംഗ് ദം ടൂൾസ് ഫോർ ദം ടു യൂസ് വാട്സാപ്പ് മാർക്കറ്റിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും. വാട്സാപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനോടും പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഒരു പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. 50 മില്യൺ ദിർഹംസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ബൈ ദ എൻഡ് ഓഫ് 2026. നമ്മൾ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ട എപ്പോഴും നമ്മളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മളെ കസ്റ്റമേഴ്സാണ്. എത്ര വലിയൊരു ലോയൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നോ അതാണ് ഏറ്റവും നല്ലത്. ഈ അഗ്രിഗേറ്റർ ആപ്സ് ത്രൂ ഒന്ന് നിങ്ങൾക്ക് റീച്ച് കിട്ടും, ബട്ട് യു ക്യാൻ നെവർ ബിൽഡ് എ ലോയൽ കമ്മ്യൂണിറ്റി. മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗെറ്റിംഗ് ഡേറ്റ, യു ആർ നോട്ട് നോയിങ് ആരാ നിങ്ങളുടെ അടുത്ത് വാങ്ങുന്നതെന്നുള്ളത്. 80% ഓഫ് റെസ്റ്റോറൻറ്റ്സ് 5 ഇയേഴ്സിനകത്ത് കൂട്ടി പോകുന്നതാണ് കണക്കുകൾ. നാദാപുരത്തുനിന്നാണോ? എങ്ങനെ നാദാപുരത്തുനിന്നുള്ള ആളാണ് ഓർഡർ എങ്കിൽ ആവില്ല. ഋഷി, വെൽക്കം ടു ഫൗണ്ടേഴ്സ് ബ്രോ. താങ്ക് യു സോ മച്ച് ശരത്, താങ്ക്സ് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഞാൻ ഋഷീനെ ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് കാണുന്നത്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പ്രൊഫൈലിൽ ഒരു റീല് കണ്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോൾ പ്രൊഫൈൽ കയറിയപ്പോൾ ഭയങ്കര വലിയ ക്ലെയിംസ് ആണ്. അതായത് UAE ബിസിനസ്സുകളെ 50 മില്യൺ AD സേവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഹൗ. അപ്പം ഞാൻ പിന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മറ്റുള്ള വീഡിയോസൊക്കെ നോക്കിയപ്പോൾ യു ആർ ടേക്കിംഗ് ഓൺ ബിഗ് ജയൻസ് ലൈക്ക് തലാബാത്ത്, കരീം, ഇവരൊക്കെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, അവർ ഓർഡർ ടേക്കിങ്ങിനും. സോ വാട്ട് എക്സാക്ട്ലി ഈസ് ക്രേവിൻ, എന്താണ് ഈ മിഷൻ ആൻഡ് വാട്ട് ആർ യു ട്രൈങ് ടു സോൾവ്? ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ. വിത്ത് ക്രേവിൻ നമ്മൾ എന്താ ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ, ഈവൻ സൂപ്പർ മാർക്കറ്റ് ചെയിൻസ്, അവരെല്ലാവർക്കും എല്ലാ ബിസിനസ്സുകൾക്കും അവരിപ്പോൾ ഹൈലി ഡിപ്പെൻഡൻ്റ് ആണ് ഈ അഗ്രിഗേറ്റർ ആപ്സിനെ വെച്ചിട്ട്. ഞാനൊരു നെയിം എടുത്ത് പറയുന്നില്ല ഒരു ആപ്പിനും, ബിക്കോസ് ഓൾ ഓഫ് ദം ഹാവ് ഡിഫറെൻറ്റ് പോളിസീസും കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഇൻ ജനറൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഈ ഒരു അഗ്രിഗേറ്റർ ആപ്സ് അവർക്ക് അവരുടേതായിട്ടുള്ള ബിസിനസ് മോഡൽസ് ഉണ്ട്. അവർ സ്റ്റാർട്ടിങ്ങിൽ 12%, 15% കമ്മീഷൻ പെർ ഓർഡർ വാങ്ങിയിരുന്ന പ്ലാറ്റ്ഫോംസ് സ്വാഭാവികമായിട്ടും അവർക്ക് അവരെ ബിസിനസ് വളരാനും അവരെ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് ഇൻക്രീസ്ഡ്. പക്ഷേ ആ ഇൻക്രീസ് ചെയ്തതിലാണ് പ്രശ്നം. കാരണം അവർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റ്ലി ഈ റെസ്റ്റോറൻറ്റ്സിനെയും അതിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ഒരു റെസ്റ്റോറൻറ്റ് ഒരു 20 ദിറംസിന് ഒരു 10 ദിറംസിന് ഫോർ എക്സാമ്പിൾ ബിരിയാണി വിൽക്കുന്നുണ്ട് വിചാരിക്കുക, ഒരു ഐറ്റം വിൽക്കുന്നുണ്ട്. അവർക്ക് ഈ 30% കമ്മീഷൻ പോകുന്നത് കൊണ്ട് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കൂട്ടിയിടും. മേ ബി നോട്ട് 30%, ചിലവർ 30% ഡയറക്റ്റ്ലി കൂട്ടിയിടും, ചിലവർ 20% കൂട്ടിയിട്ടുള്ളൂ, ചിലവർ 15% കൂട്ടിയിട്ടുള്ളൂ. ഈ കമ്മീഷൻസ് കവർ ചെയ്യാൻ വേണ്ടി, ബിക്കോസ് അതർവൈസ് അവരെ മാർജിൻ ഈറ്റ് ചെയ്യല്ലേ. അപ്പോൾ ഈ അധിക ഈ റീറ്റെയിൽ ബ്രാൻഡ്സ് ആയാലും അവരൊക്കെ മാർജിൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ പോകുമ്പോൾ അവരെ മാർജിൻ ഭയങ്കരമായിട്ട് കട്ടാവും. അത് കാരണം അവർ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പങ്ക് ഇല്ലെങ്കിൽ മേ ബി ദാറ്റ് എൻറ്റയർ കമ്മീഷൻ പെർസെൻറ്റേജ് അവരെ മാർക്കപ്പ് ചെയ്തിട്ടാണ് വിൽക്കുക. ഇത് ഡയറക്റ്റ്ലി ഹിറ്റ് ചെയ്യുന്നത് കസ്റ്റമേഴ്സാണ് ഓർ ബൈങ്. സോ നമ്മൾ എന്താ ചെയ്യുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഇറാഡിക്കേറ്റ് ചെയ്യണം. ബിക്കോസ് അവർക്ക് ഇതുവരെ ഈ ഒരു മാർക്കറ്റിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഇസ് ദാറ്റ് ഒരു ടെക് സൊല്യൂഷൻ ഇല്ല വേർ ഓട്ടോമേറ്റഡ് ആയിട്ട് ഓർഡേഴ്സ് എടുക്കാൻ സീംലെസ് ആയിട്ട്. കാരണം ദാറ്റ്സ് എ മെയിൻ തിങ് ഈ ബിസിനസ്സുകൾ സോൾവ് ചെയ്തിട്ടില്ല. ഈ അഗ്രിഗേറ്റർ ആപ്സ് സീംലെസ് ആയിട്ട് ഓർഡർ എടുക്കാൻ പറ്റുക, ഓർഡേഴ്സ് റെസ്റ്റോറൻറ്റ്സിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് വാട്സാപ്പ് ത്രൂ ഓട്ടോമേറ്റഡ് ആയിട്ട് ഓർഡേഴ്സ് എടുക്കുക, ടൂൾസ് കൊടുക്കുക, വാട്സാപ്പ് മാർക്കറ്റിങ്ങിനും ബ്രോഡ്കാസ്റ്റിങ്ങിനും ഡേറ്റ കളക്ട് ചെയ്യാനും അത് വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള ടൂൾസ് നമ്മൾ റെസ്റ്റോറൻറ്റ്സിനും സൂപ്പർ മാർക്കറ്റ് ചെയിൻസ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിന് ആ ടൂൾ കൊടുക്കണം. ഓക്കെ, സോ ദാറ്റ്
ഇവർക്ക് ഇവരേതായ തന്നെ ആയിട്ടുള്ള ലോയൽ കസ്റ്റമേഴ്സിന് ബിൽഡ് ചെയ്യാൻ പറ്റും. സോ നൗ അതൊരു വലിയ ഗ്രൂപ്പായിട്ട് അവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കതൊരു പ്രോപ്പർ അവരെ സ്വന്തം കസ്റ്റമേഴ്സ് എന്നുള്ള രീതിയിൽ വളർത്താൻ പറ്റും. ഈ അഗ്രിഗേറ്റർ ആപ്സ് അധികം ചെയ്യുന്നത് എന്താണ്, അവർ ബിസിനസ് കൊടുക്കുന്നുണ്ട്, ബട്ട് നൺ ഓഫ് ദീസ് ബിസിനസ്സസ്, ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് ആയിക്കോട്ടെ സൂപ്പർ മാർക്കറ്റ്സ് ആയിക്കോട്ടെ, അവർക്ക് അവരുടെ സ്വന്തം ഒരു ലോയൽ കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അത് ഒരു മേജർ ഇഷ്യൂ ആണ്. കാരണം ദേ ഡോണ്ട് പ്രൊവൈഡ് ഡേറ്റ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയുന്നില്ല. ഇപ്പം ഞാനൊരു റെസ്റ്റോറൻറ്റ് ഓണർ വെച്ചാൽ എനിക്കറിയില്ല എൻ്റെ ഏത് കസ്റ്റമറാണ് എൻ്റെ അടുത്ത് നിന്ന് ഓർഡർ വാങ്ങിയത് ഈ ഒരു ആപ്പ് ത്രൂ. അപ്പോൾ ആ ഒരു ടെക് സൊല്യൂഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ഈ ബിസിനസ്സുകൾക്ക്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് അറിയുന്നത് ഒരു ഓർഡർ വന്നിട്ടുണ്ട്, ചിലപ്പോൾ അത് പേരാകാം, നമ്പർ അവർ അധികം കൊടുക്കാറില്ല, പേരാണ് അവർ യൂഷ്വലി കൊടുക്കുക, ലൊക്കേഷൻ കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. സോ അതുകൊണ്ട് തന്നെ ഇഫ് യു ട്രൈ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഗസീബോന്ന് ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. ഞാൻ ദർ ആർ ഫ്യൂ റെസ്റ്റോറൻറ്റ്സ് ഹു ഗെറ്റ് ഡേറ്റ. ഇപ്പോൾ UAE ഗവൺമെൻറ് റൂളും വന്നിട്ടുണ്ട്, ഈ അഗ്രിഗേറ്റർ ആപ്സ് അധികം ഡേറ്റ ഷെയർ ചെയ്യണം വിത്ത് ദീസ് ബിസിനസ്സസ് എന്നുള്ള റൂളും വന്നിട്ടുണ്ട്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ്, ഇപ്പം ഞാനിപ്പോൾ ഗസീബോ പോലത്തെ ഒരു ബ്രാൻഡിൽ നിന്ന് വാങ്ങുകയാണ്, അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് എൻ്റെ ഓർഡർ ലേറ്റ് ആയി ഞാൻ ഡയറക്റ്റ്ലി റെസ്റ്റോറൻറ്റ് വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല, ഏത് ഓർഡർ ആണെന്ന് ഒന്നും അവർക്ക് അറിയില്ല. കാരണം അത് ഫുൾഫിൽ ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമാണ്. സോ ഈ ഒരു ഗ്യാപ്പാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്, ടെക് സൊല്യൂഷനിലുള്ള ഗ്യാപ്പ്. നമ്മൾ കമ്മീഷൻ കാര്യങ്ങൾ ചാർജ് ചെയ്യുന്നില്ല, സോ ദാറ്റ് ഇറ്റ്സ് മോർ ഫ്രീ അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. വി ആർ ഗിവിംഗ് ദം ടൂൾസ് ഫോർ ദം ടു യൂസ് വാട്സാപ്പ് മാർക്കറ്റിങ്ങിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും. വാട്സാപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ കസ്റ്റമേഴ്സിനോടും പുതുതായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ഒരു പുതിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. ഓൾ ദി ഹാവ് ടു ഡു ഇസ് മാർക്കറ്റ് ദെയർ നമ്പർ. ഇതിൽ നമ്മൾ ഡിസ്കൗണ്ട്സ്, പ്രൊമോ കോഡ്സ്, ബ്രോഡ്കാസ്റ്റിംഗ് സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മൾ കൊടുക്കുന്ന ഒരു ചെറിയ ഫീച്ചറാണ്, ഒരു കസ്റ്റമർ മെസ്സേജ് ചെയ്തു ബട്ട് ദേ ഡിഡ്ന്റ് ഓർഡർ, സോ ദേ ക്യാൻ റീടാർഗറ്റ്. അതിൻ്റെ ടൂൾസ് ഉണ്ട് നമ്മുടെ സൊല്യൂഷനിൽ. സോ അവർക്ക് സെൻഡ് ചെയ്യാം, ഓക്കെ നിങ്ങൾ മെസ്സേജ് ചെയ്തു പക്ഷേ എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് വാങ്ങിയില്ല, ഓക്കെ ക്യാഷ് ഇസ് 20% ഡിസ്കൗണ്ട്, കം ആൻഡ് ഓർഡർ ഫ്രം അസ് എന്നുള്ള രീതിയിൽ അവർക്ക് റീടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ടാകുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിന് അവരുടെ തന്നെയായിട്ടുള്ള ഒരു ലോയൽ കസ്റ്റമേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. നൗ ഡിപ്പെൻഡിങ് ഓൺ ബേസ്ഡ് ഓൺ കസ്റ്റമേഴ്സ് അവർക്കൊരു ബെറ്റർ റേറ്റ് ആണ് കിട്ടുന്നത്. അവർക്ക് 30% 25% ഹൈ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി ഗെറ്റിംഗ് ഇറ്റ് ഫ്രം ദ റെസ്റ്റോറൻറ്റ്സ്. ബട്ട് ഹാവിങ് സെഡ് ദാറ്റ് ചില റെസ്റ്റോറൻറ്റ്സിൻ്റെ ഡെലിവറി ഓൺ ടൈം അല്ല. ഈ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസ് അതൊരു മേജർ ഏരിയ ആണ് അവർ സോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ 30 minutes അവർ അധികം ഡെലിവറി ചെയ്യാൻ നോക്കും. റെസ്റ്റോറൻറ്റ്സിൻ്റെ കേസ് വരുമ്പോൾ 40-45 minutes ആണ് എടുക്കുക. അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഇതിൽ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോലെയാണ്. You're getting a better deal, at the same time you're supporting that business. Support local business എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഭാഗത്തിലാണ് നമ്മൾ ആ ഒരു ബോൾഡ് ക്ലെയിം വെച്ചിട്ടുള്ള 50 million ദിർഹംസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയിലാണ് ബൈ ദ എൻഡ് ഓഫ് 2026. അതിൻ്റെ കൂടെ ഈ കമ്മീഷൻ എന്ന് പറയുന്ന സംഭവമാണ് അധിക ആൾക്കാർക്കും അറിയുന്നൊരു സംഭവം. ഇവരിതാണ് ഇവരൊരു ബിസിനസ്. അതല്ലാണ്ട് ഇവർ കുറേ രീതിയിൽ ചാർജ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലേറ്റ് ഫീസ് അങ്ങനെ രീതിയിലൊക്കെ ചാർജ് ചെയ്യുന്നുണ്ട്. അതായത് ഓർഡർ ഓൺ ടൈം ഡെലിവറി ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ആണ് യൂഷ്വലി റെസ്റ്റോറൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം പീക്ക് ബിസിനസ് വരുന്ന ഒരു സമയം. ആ സമയത്ത് ഒരു ഓർഡർ വന്നു, ഓർഡർ വന്നിട്ട് ഇവർ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ ലേറ്റായി. അപ്പോൾ ഈ പ്ലാറ്റ്ഫോംസിന് ഒരു സെറ്റ് റൂൾസ് ഉണ്ട്. അവരൊരു ഡ്രൈവർ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടൈമിന് മേലെ പോയി കഴിഞ്ഞാൽ ദർ ഇസ് എ ഫൈൻ വിച്ച് ദേ ഹാവ് ടു പേ. ആസ് ഇൻ ആ ഒരു പെർട്ടിക്കുലർ ഓർഡർ ലേറ്റ് ആയതിന് പ്രിപ്പയർ ആയിട്ട് റെഡി ആയിട്ടില്ലെങ്കിൽ അതിനൊരു ഫൈന് ഈ റെസ്റ്റോറൻറ്റ് കൊടുക്കണം. അപ്പോൾ ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അധിക റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനെ കുറിച്ചൊരു യാതൊരു ഐഡിയ ഇല്ല. ബിക്കോസ് അവർ നോക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസിൽ നിന്ന് ഇത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് വരുന്നുണ്ട്. ഓക്കെ ഒരു ദിവസം എനിക്ക് 20-25 ഓർഡേഴ്സ് വന്നു, ഗ്രേറ്റ്. അതിൽ നിന്ന് എത്ര മാർജിൻ അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ മന്ത് എൻഡിലാണ് ഇവർക്ക് മന്ത് എൻഡ് ഇറ്റ് ഡിപ്പെൻസ്. അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസിനനുസരിച്ചിട്ടാണ് ഒരു പൈസ റിലീസ് ചെയ്ത് കൊടുക്കുക. ചിലവർ 10 days കൊടുക്കും, 15 days കൊടുക്കും. ചില ബ്രാൻഡുകൾ നിങ്ങൾ 1000 dirhamsന്റെ മേലെ സെയിൽ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവർ കൊടുക്കില്ല. അപ്പോൾ 1000 dirhamsന്റെ മേലെ സെയിൽ ഉണ്ടാക്കിയാൽ മാത്രമേ അവർ റിലീസ് ചെയ്യുള്ളൂ. അങ്ങനെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ ബിസിനസ് ടു ബിസിനസ്, അഗ്രിഗേറ്റർ ടു അഗ്രിഗേറ്റർ. അപ്പം അവർക്കിത് കഴിഞ്ഞിട്ടേ കിട്ടുക. അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ എമൗണ്ട് ഇവരുടെ അടുത്ത് നിന്ന് വന്നിട്ടുണ്ട്, അതിന് എന്ത് ഡിഡക്റ്റായി, ഈ ഒരു കമ്മീഷൻ പെർസെൻറ്റേജ് മാത്രമാണോ ഡിഡക്ട് ചെയ്തത്, അതിൽ വേറെ എന്തെങ്കിലും അവർ ഡിഡക്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കാൻ പറ്റും. ഇപ്പോൾ രസകരമായിട്ടുള്ള കാര്യം, ഞങ്ങളുടെ ഒരു ക്ലയൻറ്റ് JLTയിലുള്ള ഒരു ക്ലയൻറ്റ് പറഞ്ഞാണ്. അപ്പോൾ അവർക്ക് ഓർഡർ കുറച്ച് കുറവായിരുന്നു, എസ്പെഷ്യലി ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന്. അപ്പോൾ ഇവരെന്ത് ചെയ്തു കഴിഞ്ഞാൽ അവരവരെ അക്കൗണ്ട് മാനേജേഴ്സ് ഉണ്ട് ഓരോ ഈ അഗ്രിഗേറ്റർ ഫുഡ് ഡെലിവറി ആപ്സിന്.
അവരെ ഒരു അക്കൗണ്ട് മാനേജർ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളൊരു 50% ഡിസ്കൗണ്ട് നടത്തും. അപ്പോൾ ഒരു കുറച്ച് ഐബോൾസ് വരും, എന്താ ഓർഡേഴ്സ് പിക്കപ്പ് വരും. നിങ്ങളുടെ ഫുഡ് ഒബ്വിയസ്ലി നല്ലതാണെന്ന് വെച്ചാൽ വീണ്ടും കസ്റ്റമേഴ്സ് വരും, ദാറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ എന്നുള്ള രീതിയിൽ. അപ്പോൾ സൗണ്ടഡ് ലൈക്ക് ഡീസെൻറ്റ് റൈറ്റ്. അപ്പോൾ അങ്ങനെയാണല്ലോ ഇനീഷ്യലി നിങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു എക്സ്പോഷർ കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 ദിർഹംസിൻ്റെ ഐറ്റംസ് 25 ദിർഹംസിന് വിൽക്കാൻ തുടങ്ങി. ഇവർ ഈ പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്നത് 25 ദിർഹംസിനാണ്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോം കമ്മീഷൻ എടുത്തിരുന്നത് 50 ദിർഹംസിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ലൈക്ക് യുനോ അപ്പോൾ അങ്ങനത്തെ കേസസ് നമുക്കൊരു എത്തിക്കലല്ല എന്ന് തോന്നിയിട്ടുള്ള കുറച്ച് ബോർഡർ ലൈൻ, അതെ, അങ്ങനത്തെ കുറച്ച് കേസസ് ആണ് ഞാൻ എക്സ്പോസ് ചെയ്യാന്ന് പറഞ്ഞുള്ള എക്സ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അഗെയിൻ ഇറ്റ്സ് മെയിൻലി ബിക്കോസ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ക്ലയൻറ്റൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ബിസിനസ് ഓണേഴ്സ് അവർ ഈ കാര്യത്തിന് ദർ ഇസ് ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ അറിയാം, പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു ലാർജ് പോർഷൻ ഇതിനെ കുറിച്ചിട്ട് അവെയർ അല്ല. അവർ നോക്കുന്നൊക്കെ ഡേ ടു ഡേ എനിക്ക് ഇത്ര സെയിൽ വരുന്നുണ്ട്, നൗ വാട്ട് നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സംതിങ്. ഞാൻ പറയുന്നത് ഈ ഫൈനാൻഷ്യൽ സംഭവം ഇറ്റ്സ് റൈറ്റ്, അതൊരു നമ്മൾ നോക്കേണ്ട സംഭവം. പക്ഷെ വേറെ മെയിൻ ഒരു സംഭവം ഇവർ മിസ്സാവുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് വേണ്ട എപ്പോഴും നമ്മളുടെ ഒരു ശക്തി എന്ന് പറയുന്നത് നമ്മളെ കസ്റ്റമേഴ്സാണ്. എത്ര വലിയൊരു ലോയൽ കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റുന്നു അതാണ് ഏറ്റവും നല്ലത്. ഈ അഗ്രിഗേറ്റർ ആപ്സ് ത്രൂ ഒന്ന് നിങ്ങൾക്ക് റീച്ച് കിട്ടും, ബട്ട് യു ക്യാൻ നെവർ ബിൽഡ് എ ലോയൽ കമ്മ്യൂണിറ്റി. മെയിൻ റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ യു ആർ നോട്ട് ഗെറ്റിംഗ് ഡേറ്റ, യു ആർ നോട്ട് നോയിങ് ആരാ നിങ്ങളുടെ അടുത്ത് വാങ്ങുന്നതെന്നുള്ളത്. യു കുഡ് ഗിവ് 50% ഡിസ്കൗണ്ട് എവറി സിംഗിൾ വീക്ക്. കസ്റ്റമർ ഡിസ്കൗണ്ട് നോക്കി വരുന്ന കസ്റ്റമേഴ്സ് വാങ്ങിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഫുഡ് അത്രയ്ക്കും അടിപൊളിയാണ്, നിങ്ങൾ ഒരു ദിവസം 50% ഡിസ്കൗണ്ട് നിർത്തി കഴിഞ്ഞാലും ഒന്ന് വാങ്ങാൻ പറ്റുന്നൊരു ഫുഡാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാർ വീണ്ടും വന്ന് വാങ്ങും. പക്ഷേ അറ്റ് ദ സെയിം ടൈം കസ്റ്റമർ ഈ ബിസിനസ്സിന് ഒരു കൺട്രോളും ഇല്ല, ആരാണ് വന്ന് വാങ്ങുന്നത്, എങ്ങനെ ഇവരെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കൊരു ക്യാമ്പയിൻ പ്ലാൻ ചെയ്തിട്ട് എങ്ങനെ ഇവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ദാറ്റ്സ് വാട്ട് വി ആർ ട്രൈങ് ടു സോൾവ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റ്സ് വെച്ചിട്ടാണ് തുടങ്ങിയത്. റീറ്റെയിൽ എനി വൺ വാണ്ട്സ് ടു സെൽ ത്രൂ വാട്സ്ആപ്പ്. നൈസ്, ഓക്കെ, പെർഫെക്റ്റ്. ഈ പ്രോബ്ലം എപ്പോഴാണ് ഐഡൻറ്റിഫൈ ചെയ്ത്? ഞാനും എൻ്റെ കോ-ഫൗണ്ടർ ഈത്തനും ഞങ്ങൾ കോളേജ് മുതലേ ഒപ്പം നടക്കുന്ന എന്താ കുറേ ഐഡിയാസ് ഉണ്ട്. കോളേജ് എവിടെ? ബിറ്റ്സ് പിലാനിയിലാണ്, നമ്മളിവിടെ അക്കാഡമിക് സിറ്റിയിലാണ് പഠിച്ചത്, ദുബായിൽ. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് സൗദി. ബോൺ ഇൻ ഇന്ത്യ, ഒരു 3 മാസമായിട്ട് ബ്രോട്ടപ്പ് ഇൻ സൗദി. അതിനുശേഷം കോളേജിനായിട്ട് ബിറ്റ്സ് പിലാനിൽ വരുന്നു. ഫസ്റ്റ് ഇയർ മുതൽ ഞാനും ഈത്തനും ഓരോ പരിപാടികളായിട്ട് ഞങ്ങൾ വേർഫ് മീഡിയ എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്നാണ് ഞങ്ങൾ ഗ്രാഫിക് ഡിസൈനിങ്, വീഡിയോ എഡിറ്റിംഗ്, അപ്പോൾ കോളേജിലുള്ള അധികം മൊത്തം ഇവൻറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഒരു 3rd ഇയർ എൻഡ് ആയപ്പോഴത്തേക്കും ഞങ്ങളും കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് വി സ്റ്റാർട്ടഡ് ഡൂയിങ് ഫ്രീലാൻസ് വർക്ക്. കുറച്ച് ഗിഗ്സ് ചെയ്തിട്ട് വി സേവ്ഡ് അപ്പ് സം എമൗണ്ട്, കംപ്ലീറ്റ്ലി ബൂട്ട് സ്റ്റാപ്പ് ചെയ്തിട്ട് വി രജിസ്റ്റർഡ് ആ കമ്പനി ഇൻ 2019 എൻഡിൽ. കോവിഡിൻ്റെ സമയത്ത് വി രജിസ്റ്റേർഡ്. അങ്ങനെ റഫ് പേപ്പർ മാർക്കറ്റിംഗ് ഏജൻസി. സോ അന്ന് മുതലേ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ലോട്ട്സ് ഓഫ് ഐഡിയാസ്. അപ്പം ഇതിന് നമുക്കൊരു ഫണ്ടിങ് സോഴ്സ് വേണമല്ലോ. ആൻഡ് വി ഡിഡ്ന്റ് നോ എനിവൺ, നമുക്കൊരു പ്രോപ്പർ ഇൻവെസ്റ്റർ ആയിട്ടുള്ള ആരും നമുക്കറിയില്ല. കയ്യിൽ കുറച്ച് നമ്മളുടെ ഐഡിയാസിന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു നോൺ പേഴ്സൺ ഇല്ല നമുക്ക്. അപ്പോൾ വി തോട്ട് ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ കുറച്ച് സ്കിൽ സെറ്റ് ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് കുറച്ച് പൈസ സേവ് ചെയ്യാം. ആ എമൗണ്ട് നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് വിൽ ട്രൈ ടു ഡു സം പ്രൊജക്ട്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ തുടങ്ങി. നമ്മൾ 2020 തന്നെ വി ഡിഡ് പല ചെറിയ ചെറിയ പരിപാടികളും പ്രൊജക്ട്സും. വി ഡിഡ് VR ടൂർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇപ്പോൾ ഈ ബയൂത്തിലും ഡുബിസിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 360 ഡിഗ്രി വ്യൂ കാണാൻ പറ്റും അപ്പാർട്ട്മെന്റ്സിൻ്റെ അകത്ത്. അതെ, അപ്പാർട്ട്മെന്റ്സിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ അത് വെച്ച് അങ്ങനത്തെ ഒരു സൊല്യൂഷൻ 2020 എന്തുകൊണ്ട് നമുക്ക് അതൊരു സർവീസ് ആയിട്ട് കൊടുത്തുകൂടാ? പക്ഷെ അതൊക്കെ കംപ്ലീറ്റ്ലി ഫെയിൽ ആയി. കാരണം നമ്മൾ മാർക്കറ്റ് റിസർച്ച് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. ആർക്കാണ് അപ്പോൾ വേണ്ടത്? കാരണം ഞങ്ങൾ ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആയിരുന്നു, വി വർ മൂവിങ് ഔട്ട്. അപ്പോൾ നമുക്ക് വീട് നോക്കാൻ കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ ആണ്, വെരി റിസ്ട്രിക്റ്റഡ് മൂവ്മെന്റ്. അപ്പം നമുക്ക് എങ്ങനെ വീട്ടിലിരുന്നുകൊണ്ട് നമുക്കൊരു സംഭവത്തിൻ്റെ ഇന്റീരിയറും കാര്യങ്ങളും നോക്കാം എന്നുള്ളൊരു ഐഡിയയിൽ തോന്നിയ ഒരു സംഭവമാണ്. പക്ഷെ അത് നമ്മൾ വേണ്ട രീതിയിൽ മാർക്കറ്റ് റിസർച്ച് ചെയ്തില്ല. അങ്ങനെ പല ഐഡിയാസ് ഉണ്ട്. ചില ഐഡിയാസ് ഇവിടെ കുറേ ആൾക്കാർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വന്ന് നമ്മൾ 2022 2023 ഞങ്ങൾ ഈ ഒരു ഇഷ്യൂവിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയുന്നത്. അപ്പോൾ നമ്മൾ ഈ മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ കഫ്റ്റീരിയ മുതൽ വലിയ ബ്രാൻഡ്സിനെ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് ബിസിനസ്സുകൾ വർക്ക് ചെയ്യുന്നത്, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്താണ്,
ബിക്കോസ് വി ഓൾവേസ് ലൈക്ക് ടു സോൾവ് പ്രോബ്ലംസ്. അത് മാർക്കറ്റിംഗ് മാത്രമായിട്ടല്ല, അല്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റീവ് ആവുന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് കാണുന്നത്. ദാറ്റ് യുനോ കമ്മീഷൻസ് ഭയങ്കര ഹ്യൂജ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം ചിന്തിച്ചു, ഓക്കെ വൈ ഡോണ്ട് വി ബിൽഡ് ആൻ ആപ്പ്. നമ്മൾ 30% ഒന്നും ഒരിക്കലും കമ്മീഷൻ എടുക്കില്ല. ടേക്ക് ഓൺലി 15%. ഫുഡ് ഡെലിവറി ആപ്പാണ് ആദ്യം വിചാരിച്ചത്. അത് 2022 നമ്മൾ ഇനീഷ്യലി വെറുതെ ഒരു തോട്ട് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനെ കുറിച്ച് കൂടുതൽ മാർക്കറ്റ് റിസർച്ച് ചെയ്യുമ്പോൾ ഇവർ സ്പെൻഡ് ചെയ്യുന്ന ഒരു ഹ്യൂജ് ചങ്ക് വരെ മാർക്കറ്റിങ്ങിലാണ്. യു വിൽ സീ ദ ബിൽ ബോർഡ്സും അവർ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന മില്യൺസ്. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു സോഴ്സ് വേണമല്ലോ. യു കാണ്ട് ഓൾവേസ് ഹാവ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ അത് നോക്കി വന്നപ്പോൾ അതൊരു വയബിൾ മോഡലായിട്ട് നമുക്ക് തോന്നിയില്ല. അന്ന് ഡ്രോപ്പ് ചെയ്തു. അങ്ങനെ 2022 ലാസ്റ്റ് 2023 ആയപ്പോൾ ഞങ്ങൾ അൽത്തവൂൻ എന്നാണ് ഷാർജയിലാണ് താമസിച്ചിരുന്നത്, ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഈത്തനും. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ഭയങ്കര പ്രാന്തുള്ള ആൾക്കാർ. ഞങ്ങളങ്ങനെ താഴെ ഞങ്ങളുടെ അവിടെ ഒരു കാനാപ്പീന എന്ന് പറഞ്ഞിട്ടൊരു തക്കാരം കാനാപ്പീന എന്ന് പറഞ്ഞിട്ടൊരു കടയാണ്, ചെറിയ കഫ്തീരിയ. ഒരു ഇപ്പോൾ അവിടെ മദീനയാണ്, മദീനേൻ്റെ സൈഡിലുള്ള ഇപ്പോഴും ഉണ്ടാവും അവിടെ. അട്ടിപ്പൊളി കറക്കായിരുന്നു അവിടെ. അപ്പോൾ നമ്മളവിടെ പോയിരിക്കും. ഞങ്ങളുടെ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളൊക്കെ അവിടെ പോയിരുന്ന് ചായ കുടിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാറ്. അവിടുത്തെ ഓണർ എന്ന് പറയുന്നത് മിസ്റ്റർ നിയാസ്ക. അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതേപോലെ വളരെ ആക്റ്റീവാണ്. അവർക്ക് വേറെ ബിസിനസ് എന്ന് അവരൊരു പാഷൻ പ്രൊജക്റ്റായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ അവർ നമുക്ക് കംപ്ലീറ്റ് ഫ്രീഡം തന്നു. നിങ്ങൾ എങ്ങനെ ഇത് നമുക്ക് മാർക്കറ്റ് ചെയ്തെടുക്കാം, എങ്ങനെ ഇതിൽ നിന്ന് നമുക്ക് സ്ട്രീമിൽ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യണം. കാരണം ഞാൻ എഞ്ചിനീയറാണ്, ബിറ്റ്സ് പിലാനി എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. അപ്പോൾ നമുക്കറിയാം എത്ര വാല്യുബിൾ ആണ് ഡേറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള ഈസി സോഴ്സാണ് വാട്സാപ്പ്. അപ്പോൾ വാട്സാപ്പ് ത്രൂ നമുക്കൊരു സംഭവം റൺ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ പേരും നമ്പറും കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വി കുഡ് സെൻഡ് ഇവരെ PDF അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പ്രൊമോഷൻ വരുമ്പോൾ വിൽ ജസ്റ്റ് സെൻഡ് ഓൺ വാട്സാപ്പ്. അപ്പോൾ അത് കണ്ടിട്ട് ആൾക്കാർ വീണ്ടും ഒന്ന് വാങ്ങുമല്ലോ എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ ആദ്യം വാട്സാപ്പിൽ ഇവർ പറഞ്ഞു, നോക്കി നമുക്കൊരു വാട്ടർമെലൻ സർബത്ത് ഒരു ദിവസം ഡിന്നറിന് വേണ്ടി മാത്രം ലിമിറ്റഡ് ടൈം ഓഫർ, 6 dirhamsൻ്റെ വാട്ടർമെലൻ സർബത്ത് വിൽ ജസ്റ്റ് ഗിവ് ഇറ്റ് ഫോർ 1 dirham. ഓക്കെ, ലിമിറ്റഡ് ടൈം മാത്രം. അതിൽ നിന്ന് വരുന്ന നമ്പേഴ്സ് വെച്ചിട്ട് വിൽ ട്രൈ, അത് എത്ര എഫക്റ്റീവ് ആണെന്ന് നോക്കിയിട്ട് വിൽ സി. അങ്ങനെ ഞങ്ങൾ വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്ന ഓർഡേഴ്സ്, അതെ വാട്സാപ്പ് ത്രൂ ചെയ്യുന്ന ഓർഡേഴ്സിന് വേണ്ടി മാത്രം നമ്മൾ 1 dirhamൻ്റെ വാട്ടർമെലൻ സർബത്ത് കൊടുക്കും. അപ്പോൾ ഓക്കെ, നമ്മളതിനൊരു ഫ്ലയേഴ്സ് കുറച്ച് പ്രിൻ്റ് ചെയ്തു, കുറച്ച് മോസ്കിലൊക്കെ പോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അന്ന് ഡിന്നറിന് അവർക്ക് കിഡിലിൻ കുറേ ഓർഡേഴ്സ് വന്നു. അപ്പോൾ അവർക്ക് ഓർഡേഴ്സ് വന്നപ്പോൾ ദേ വർ വെരി ഹാപ്പി. അവരുടെ സ്റ്റാഫ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇറ്റ് വാസ് കെയോസ്, ലൈക്ക് കംപ്ലീറ്റ് കെയോസ് ആയിരുന്നു. ഓർഡർ വരുന്നു, ആര് റിപ്ലൈ കൊടുക്കണം എന്ന് അറിയില്ല, അങ്ങനെയൊക്കെ. ബട്ട് അന്ന് ദേ ഡിഡ് പ്രിറ്റി ഗുഡ് നമ്പേഴ്സ്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർക്ക് കുറേ ആൾക്കാർ കോൺടാക്റ്റും കിട്ടി. അടുത്ത ദിവസം നമ്മളിങ്ങനെ കോൺടാക്ട് നോക്കുന്ന സമയത്താണ് അവർ ചെയ്ത ഓർഡേഴ്സിൻ്റെ ഒരു 20%, 30% ആണ്, സോറി കസ്റ്റമേഴ്സ് മെസ്സേജ് ചെയ്തില്ല, 20 to 30% ഇവർ റിപ്ലൈ കൊടുത്തിട്ടുള്ളൂ. ഈ 20 to 30% ഒരു മേ ബി ഒരു 60 to 70 മാത്രമേ ഇവർ ഫുൾഫിൽ ചെയ്തിട്ടുള്ളൂ. കാരണം ഒബ്വിയസ്ലി അത് അന്നേ വരെ ഇല്ലാത്തൊരു സിസ്റ്റം. പെട്ടെന്ന് കുറേ ഓർഡേഴ്സ് വരുന്നു, അത് മാനേജ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യലി ചെറിയൊരു കഫ്തീരിയാണ്. അപ്പോൾ അതിനുള്ള റിസോഴ്സസ് അവരുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ആദ്യം ഇനീഷ്യലി വിചാരിച്ചത് ഓക്കെ അവർ ഇൻഎഫിഷ്യൻസി ആകാം, വോണ്ട് ബി സംതിങ് യുനോ എന്താ വലിയൊരു ഇഷ്യൂ അല്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനൊരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് നമുക്ക് സോൾവ് ചെയ്യാൻ വെച്ചാൽ വി വർ ഡൂയിങ് വാട്സാപ്പ് ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ, വി ന്യൂ എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇതൊരു എല്ലാ വരുന്ന മെസ്സേജിനും നമുക്കൊരു ഓട്ടോമേറ്റഡ് റിപ്ലൈ കൊടുക്കുക, അവർക്ക് ഓർഡർ ചെയ്യാനുള്ളൊരു സിസ്റ്റം പോലെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവുമല്ലോ എന്നുള്ളൊരു ഇനീഷ്യൽ തോട്ട് ഉണ്ടായി. ബട്ട് അഗെയിൻ നമ്മൾക്ക് ഈ മുന്നുണ്ടായ പാഠങ്ങളുണ്ടല്ലോ, മാർക്കറ്റ് റിസർച്ച് വേണ്ടത്ര ചെയ്യാത്തതുകൊണ്ടുള്ള. അതുകൊണ്ട് വി വർ ലൈക്ക് ഓക്കെ, നമുക്കിനി കുറച്ച് റെസ്റ്റോറൻറ്റ്സിൻ്റെ അടുത്ത് പോയി ചോദിക്കാം ഇഫ് ദിസ് ഇസ് ആൻ ഇഷ്യൂ. ബിഫോർ ബിൽഡിംഗ് ലെറ്റ്സ് ഡു സം മാർക്കറ്റ് റിസർച്ച്. പുറത്തുള്ള റെസ്റ്റോറൻറ്റ് ഓണേഴ്സിൻ്റെ അടുത്തും നമ്മൾ ചെയ്ത് വെബ്സൈറ്റ് ബിൽഡ് ചെയ്ത് കുറച്ച് ടീമും കാര്യം അവരോടൊക്കെ ഇപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ദിസ് ഇസ് സംതിങ്, ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. എല്ലാ മെസ്സേജസും നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം യൂഷ്വലി ഒരു നോർമൽ ഒരു റെസ്റ്റോറൻറ്റിൽ കാഷ്യറിലിരിക്കുന്ന, ഞാൻ നോർമൽ റെസ്റ്റോറൻറ്റിൻ്റെ കേസാണ് പറയുന്നത്, ചിലവർക്ക് അതിനേതായിട്ടുള്ള ഒരു ടീം ഉണ്ടാവും കസ്റ്റമർ സർവീസിനും വാട്സാപ്പിൽ റിപ്ലൈ കൊടുക്കാനൊക്കെ 1-2 ആൾക്കാർ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു 70% ഓഫ് ദ റെസ്റ്റോറൻറ്റ്സ് ഈ കാഷ്യറിൽ ഇരിക്കുന്ന ആൾ തന്നെയാണ് വോക്ക് ഇൻ കസ്റ്റമേഴ്സിൻ്റെ പോസിൽ പഞ്ച് ചെയ്യുക, അവരെ ബില്ല് സെറ്റിൽ ചെയ്യുക.
കോളുകൾ വരുമ്പോൾ എടുക്കാറ് ഇവർ തന്നെയാണ്. അതെ, വാട്സാപ്പിൽ മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നത് ഇവർ തന്നെയാണ്. ഒരു 2-3 ആൾക്കാരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന, ക്യാഷ്യറിൽ ചെയ്യാൻ പറ്റുന്നതിനെക്കാട്ടി കൂടുതൽ ടാസ്ക് അവർക്കുണ്ട്, എസ്പെഷ്യലി നല്ല ബിസി ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കേസിലാണ് നമ്മളിത് പോയി ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് അറിയുകയും ഓക്കെ നമുക്കെന്നാൽ അതിനൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമുക്ക് എങ്ങനെ നമുക്ക് കംപ്ലീറ്റ്ലി വാട്സാപ്പിൽ ഉള്ളൊരു സൊല്യൂഷൻ ബിൽഡ് ചെയ്യാം. കംപ്ലീറ്റ്ലി വാട്സാപ്പ് വളരെ മിനിമലായിരിക്കണം വാട്സാപ്പിൽ നിന്ന് പുറത്ത് പോകേണ്ടത് എന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ ഇനീഷ്യൽ ഒരു MVP ക്രിയേറ്റ് ചെയ്തു, വിച്ച് ഫെയിൽഡ്. ഓക്കെ, കംപ്ലീറ്റ്ലി അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. നമ്മളൊരു 7 റെസ്റ്റോറൻറ്റ്സിൽ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തു. കസ്റ്റമേഴ്സ് കുറേ കസ്റ്റമേഴ്സ് ഓർഡർ കംപ്ലീറ്റ് ചെയ്തില്ല. ബിക്കോസ് ഞാനൊരു ഫ്ലോ പെട്ടെന്ന് പറഞ്ഞുതരാം. കസ്റ്റമർ മെസ്സേജ് ചെയ്യുന്നു, അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള മെനുവിൻ്റെ ലിങ്ക് കിട്ടും. അതിൽ നിന്ന് അവർക്ക് ഐറ്റംസ് ചൂസ് ചെയ്യാം. ഈ ഐറ്റംസ് അവർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു മെസ്സേജായിട്ട് തിരിച്ച് വാട്സാപ്പിലേക്ക് തന്നെ വരും. ഈ മെനു വേറൊരു വെബ് ബ്രൗസറിലാണ് ഓപ്പൺ ആവുക. അതിനുശേഷം അതൊരു മെസ്സേജായിട്ട് തിരിച്ച് വാട്സാപ്പിലേക്ക് തന്നെ വരുന്നു. അവരത് സെൻഡ് ചെയ്തതിനു ശേഷം അവർ ലൊക്കേഷൻ ഷെയർ ചെയ്യണം. ലൊക്കേഷൻ ഷെയർ ചെയ്തതിനു ശേഷം അവർ പേയ്മെൻറ്റ് മെത്തേഡ് വാട്സാപ്പിൽ തന്നെ ചൂസ് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിരുന്നു. അപ്പോൾ ഇവരിത് കുറേ ആൾക്കാർ മെനുവിൽ ചൂസ് ചെയ്യുമ്പോൾ ഇവർ തിരിച്ച് വാട്സാപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യില്ല. കാരണം അവർക്ക് ആരും ഇങ്ങനത്തെ ഒരു സിസ്റ്റം മുന്നേ യൂസ് ചെയ്തിട്ടില്ലല്ലോ. വളരെ അൺഫെമിലിയർ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ബ്രേക്കായി. അപ്പോൾ നമുക്ക് അന്ന് കിട്ടിയ കസ്റ്റമേഴ്സിനെയും അന്നുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ് മാനേജേഴ്സിനെയും സ്റ്റാഫിനെയും ഓണേഴ്സിനോടും സംസാരിച്ചു നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. ഇത് നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ കിട്ടി. അങ്ങനെ നമ്മൾ 2024 വി സ്റ്റാർട്ടഡ് ബിൽഡിംഗ് അഗൈൻ. നമ്മൾ വീണ്ടും കംപ്ലീറ്റ്ലി റീവാമ്പ് ചെയ്തിട്ട് വി സ്റ്റാർട്ടഡ് ബിൽഡിംഗ് ഫ്രം സ്ക്രാച്ച്. ഈ പഠിച്ച ഇഷ്യൂസും അതെങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളതും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഇനീഷ്യലി നമ്മൾ ഒറ്റ ഫീച്ചർ വെച്ചിട്ടാണ് തുടങ്ങിയിരുന്നത്. നൗ വി ഹാവ് അറൌണ്ട് 30 to 35 ഫീച്ചേഴ്സ് ഇൻ ബിൽഡ് ഇൻ ആ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ആയിട്ട് we are helping around 100+ businesses right now in UAE. വണ്ടർഫുൾ. അപ്പോൾ ഇതിൽ ഈ ഫെയിലായി എന്ന് പറഞ്ഞല്ലോ, ഫെയിലായത് പിന്നെ എങ്ങനെയത് ഫിക്സ് ചെയ്തത്? അതായത് കസ്റ്റമറിന് ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ അവരെ ഒരു വാട്സാപ്പിൽ മാത്രം ബ്ലോക്ക് ചെയ്തിടുന്നില്ല. ഓക്കെ, സോ ഇപ്പോൾ വാട്സാപ്പ് ഇസ് ജസ്റ്റ് എ ഗേറ്റ് വേ. ഓക്കെ, കസ്റ്റമർ വരുന്നു. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സിന് മാർക്കറ്റ് ചെയ്യാനും ഈവൻ ഏത് ബിസിനസ്സിനാണെങ്കിലും മാർക്കറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. ഇൻ ഫ്യൂച്ചർ വിൽ ബി വേ ഈസിയർ. ഇപ്പോൾ നമ്പർ പറഞ്ഞിട്ടാണല്ലോ മാർക്കറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ നമ്പർ ഇതാണ്, ഇതിലേക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ്. പക്ഷേ വാട്സാപ്പ് ഇസ് ഗോയിങ് ടു കം അപ്പ് വിത്ത് ആൻ അപ്ഗ്രേഡ്, ഒരു അപ്ഡേറ്റ്. ദേ ഹാവ് ബീൻ വർക്കിംഗ് ഫോർ ഓൾമോസ്റ്റ് 2-3 years. അവരൊരു സിസ്റ്റം മാറ്റുകയാണ്. ജസ്റ്റ് നമ്പർ മാത്രമല്ലാണ്ട് യു ക്യാൻ സെൻഡ് സമ്മൺ മെസ്സേജ് സമ്മൺ ബേസ്ഡ് ഓൺ ദെയർ നെയിം. ഇപ്പോൾ ശരത്തിന് നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ @ശരത്ത് എന്ന് പറഞ്ഞിട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ @ശരത്ത് നോക്കിക്കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്യാം. അതെ, യൂസർ നെയിം യൂസ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതും കൂടി വരുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ബിസിനസ്സുകൾക്ക്. നമുക്ക് റെസ്റ്റോറൻറ്റ്സിനാണെങ്കിൽ റെസ്റ്റോറൻറ്റ് അവരുടെ പേര് വെച്ചിട്ട് ചെയ്താൽ മതി, സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കസ്റ്റമർ ഒരു വാട്സാപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. നേരത്തെ പോലെ തന്നെ അവർക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ലിങ്ക് കിട്ടും. ഈ ലിങ്ക് അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ലോഗിനോ OTP വെരിഫിക്കേഷനോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ദേ ജസ്റ്റ് ഹാവ് ടു ഷെയർ ദെയർ ലൊക്കേഷൻ വൺസ്. അപ്പോൾ ഈ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമിലർ ടു ഹൗ ദീസ് അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസ് വർക്ക്. ലൊക്കേഷൻ കൊടുക്കുന്നു, ഓർഡർ പ്ലേസ് ചെയ്യുന്നു, ഓർഡറിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വാട്സാപ്പിൽ കിട്ടും. കംപ്ലീറ്റ് എൻറ്റയർ ഓപ്പറേഷൻ പേയ്മെന്റും ഈ ബ്രൗസറിൽ തന്നെ എല്ലാം കംപ്ലീറ്റ് അവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് റെസ്റ്റോറൻറ്റിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് യു വിൽ ഗെറ്റ് ഓൺ വാട്സാപ്പ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് ഓർഡർ അക്സെപ്റ്റ് ചെയ്തു, വാട്സാപ്പിൽ മെസ്സേജ് വരും. ഡെലിവറി ബോയ് പിക്ക് ചെയ്തു റെസ്റ്റോറൻറ്റിൽ നിന്ന്, വാട്സാപ്പിൽ മെസ്സേജ് വരും. ഡെലിവേർഡ് ആയോ, വാട്സാപ്പിൽ മെസ്സേജ് വരും. അപ്പോൾ കസ്റ്റമർ അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ ദാറ്റ് വാസ് അനദർ ഇഷ്യൂ. ആസ് ഇൻ നമ്മളൊരു ഹ്യൂമൻ സൈക്കോളജി വെച്ചിട്ട് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് വിളിച്ച് പറഞ്ഞു, അവിടെ കഴിഞ്ഞു നമ്മളെ യൂസർ ജേണി നേരത്തെ. പിന്നെ നമുക്കൊരു ഐഡിയ ഉള്ളത് എന്താ ഇനി എടുത്തില്ലേ. അപ്പോൾ നമ്മൾ 20 minutes വെയിറ്റ് ചെയ്താൽ പോലും നമുക്ക് ഈ ചിന്തയാണ്, ഇതെന്താണ്, എവിടെ എത്തി, ഒന്നും അറിയില്ല. അത് ആക്ച്വലി ഈ തലഭാഗത്ത് അതുപോലത്തെ ഡെലിവറി ആപ്സ് സോൾവ് ചെയ്യുന്ന ഒരു സമയത്ത് അതാണ്, നമുക്ക് എക്സാക്ട്ലി കാണാം. നമ്മളിൽ കാണാൻ പറ്റില്ല, ദേ വിൽ അണ്ടർസ്റ്റാൻഡ്. ഈ സമയത്ത് ഡ്രൈവർ വിട്ടിട്ടുണ്ട്, ഈ സമയത്ത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ സമയത്ത് വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് യു വിൽ ഗെറ്റ് അപ്ഡേറ്റ്സ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റ്സിന് ഈ കോളുകൾ വരുന്നത് ഡ്രാസ്റ്റിക്കലി കുറഞ്ഞിട്ടുണ്ട്. കാരണം ഓർഡറിൻ്റെ അപ്ഡേറ്റ്സ് പ്രോപ്പറായി പോകുന്നുണ്ട്. കസ്റ്റമറിന് അറിയാം എൻ്റെ ഓർഡർ ഈ സമയത്ത് വരും, ഈ സമയത്ത് വരില്ല എന്നുള്ള കാര്യം. സോ ദേ നോ, ദേ ആർ ഓക്കെ വിത്ത് ഇറ്റ്. അപ്പം നമ്മൾ നേരത്തെ 20 minutes നമ്മൾ റെസ്റ്റ്ലെസ് ആയിരുന്ന ഒരു കസ്റ്റമർ ഒരു 35-40 minutes വെയിറ്റ് ചെയ്യാൻ ഓക്കെയാണ്. ആസ് ഫാർ ആസ് ദേ നോ വാട്ട്സ് ഹാപ്പനിങ്. ഞാനത് ഊബറിൻ്റെ കേസിൽ ഞാൻ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അതായത് അവർ ഐഡൻറ്റിഫൈ ചെയ്തതാണ്, ആളുകൾക്ക് വെയിറ്റ് ചെയ്യാനല്ല ബുദ്ധിമുട്ട്,
അതെ, ഇൻഫാക്ട് ആ അപ്ഡേറ്റ് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത, അത് അറിയുകയാണെങ്കിൽ കുറേയും കൂടെ നേരം വെയിറ്റ് ചെയ്യുമെന്നാണ് അവർ കണ്ടെത്തിയത്. അങ്ങനെയാണ് ആ എന്താ പറയുക ജേർണി കാണിച്ചു കൊടുക്കാൻ, മാപ്പ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തെന്ന് ഞാൻ ഊബറിൻ്റെ കേസിൽ കിട്ടുന്നത്. ഇറ്റ്സ് സെയിം വിത്ത് റെസ്റ്റോറൻറ്റ്സ് ആസ് വെൽ. നമ്മൾ ഓർഡറിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യും ഇഫ് യു ഹാവ് പ്രോപ്പർ അപ്ഡേറ്റ്സ്. അപ്പോൾ അത് പോസിബിൾ ആണ് ഈ ക്രേവിൻ്റെ കാര്യത്തിൽ അല്ലേ? അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് വരുന്ന ഒരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇതുപോലത്തെ ഡെലിവറി ആപ്സ് ത്രൂ ഓർഡർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരെ ആക്ച്വലി അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യില്ലേ? സോ ദർ ആർ ഡിഫറെൻറ്റ്. സോ ഇൻ ദി എൻഡ് ശരത്തിന് ഈ ഒരു ഐറ്റം 70 ദിർഹംസിൽ കിട്ടുന്ന ഒരു ഐറ്റം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി കുറച്ചൊരു ഫ്യൂ മിനിറ്റ്സ് എക്സ്ട്രാ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ 50 ദിർഹംസ് എന്ന് പറഞ്ഞാൽ യു വിൽ ഒബ്വിയസ്ലി സെയിം കോൺസെപ്റ്റ്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വേറെ ആസ്പെക്ട് പറഞ്ഞുതരാം. ഒരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോമിൽ ഒരു റെസ്റ്റോറൻറ്റിന് ഒരു ആഡ് റൺ ചെയ്യണമെന്ന് വിചാരിക്കാം. സോ ദേ ചാർജ് 2 രീതിയിൽ അവർക്ക് ചെയ്യാൻ പറ്റും. ദേ ക്യാൻ പേ ഫോർ എ ക്യാമ്പയിൻ. അപ്പോൾ അവർ ക്യാമ്പയിൻസ് റൺ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ദേ ക്യാൻ റൺ എ പേപ്പർ ക്ലിക്ക് മോഡലുള്ള സംഭവം. സോ ഓരോ ക്ലിക്കിന് അവർ ചാർജ് ചെയ്യും. ഓർഡർ ആയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതൊന്ന് കമ്മീഷൻ അവരെടുക്കും. ഓക്കെ, ഈ കമ്മീഷൻ എടുത്ത് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല ഏതാണ് ഈ കസ്റ്റമർ എന്നുള്ളത്. അത് വേറൊരു ഇഷ്യൂ ആണ്. അപ്പോൾ നിങ്ങളൊരു മാസം ഒരു 2,000 to 5,000 ദിർഹംസ് സ്പെൻഡ് ചെയ്തു. ഇൻ ദി എൻഡ് എന്തുണ്ടായി? ഓക്കെ, യു മൈറ്റ് ഗെറ്റ് ഓർഡേഴ്സ്, പക്ഷെ നിങ്ങൾക്ക് അറിയില്ല ആരാണ് ഓർഡർ ചെയ്തതെന്നുള്ളത്. ഓക്കെ, ഇത് ഒരു സൈഡിൽ. രണ്ടാമത്തെ സൈഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐറ്റംസ് ഉണ്ട്, യു ആർ നോട്ട് പേയിങ് കമ്മീഷൻ ടു എനിവൺ. ഒരു 1 to 2 months യു ആർ റണ്ണിങ് എക്സ്ക്ലൂസീവ് ഡിസ്കൗണ്ടിൻ്റെ ക്യാമ്പയിനും കാര്യങ്ങളും. ഈ 2,000 to 5,000 dirhams you are running on social media or any other ad platforms. You are driving them to WhatsApp. You are getting their data. ഇതൊരു ലോങ് ടേം സംഭവമാണ്. സോ അങ്ങനെ അവർക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം UAE മാർക്കറ്റ്, എനി മാർക്കറ്റ് ഫോർ ദാറ്റ് മാറ്റർ, ടു ആൻ എക്സ്റ്റെൻഡ് ഇസ് പ്രൈസ് സെൻസിറ്റീവ്. പ്രൈസ് നമുക്കൊരു സെയിം പ്രൊഡക്റ്റ് നമുക്കൊരു ബെറ്റർ റേറ്റിന് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഗോ ഫോർ ദ ബെറ്റർ റേറ്റ്. എന്തിനാണ് നമ്മൾ വെറുതെ സെയിം പ്രോഡക്റ്റിന്റെ പൈസ കൊടുത്ത് വാങ്ങേണ്ടത്? അതാണ് അവിടെ ആ ഒരു സൈക്കോളജിയാണ് അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ ദർ ആർ സോ മെനി നമ്മളുടെ കുറച്ച് ബിഗ് ചെയിൻസ് നമ്മളിൽ വരാനുള്ള റീസൺ ഇതാണ്. അവർക്ക് ഈ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസ് ത്രൂ ഓർഡർ ചെയ്യുന്ന കസ്റ്റമേഴ്സിനെ മെല്ലെ ഇതിലേക്ക് കൊണ്ടുവരണം. യൂസിങ് മൾട്ടിപ്പിൾ മാർക്കറ്റിംഗ് ട്രിക്സും കാര്യങ്ങളും, വിച്ച് ടു ആൻ എക്സ്റ്റെൻഡ് ഈ അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോംസിനെ അറിയാം ആൻഡ് ദേ ആർ ട്രൈങ് ടു ബ്ലോക്ക് ദം ആസ് വെൽ. ഓക്കെ, ഇപ്പോൾ ഒരു വളരെ ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഫുഡ് ഡെലിവറി ആപ്പിൽ നിന്ന് ഒരു ഓർഡർ വന്നു, ഇവർ ഒരു ഫ്ലയർ അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ടാണ് കൊടുത്തു വിടുക. അപ്പോൾ ഇങ്ങനെ ഈ ഫ്ലയർ പിടിച്ചു കഴിഞ്ഞാൽ ദർ ആർ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ ഫുഡ് ഡെലിവറി ആപ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ട്. സെയിം ടൈം ഇതാണ് അവർക്കുള്ളൊരു വഴി. ലൈക്ക് ദിസ് ഇസ് ഹൗ യു ക്യാൻ. പിന്നെ നമുക്ക് ഡൈനിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അവരെ റീടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ടൂൾ ഇതുവരെ മാർക്കറ്റിൽ ഇല്ലാത്ത ഡേറ്റ കളക്ട് ചെയ്ത് റീടാർഗറ്റ് ചെയ്യാൻ ഓൺ എ പ്ലാറ്റ്ഫോം ദാറ്റ് നോ വൺ ഇസ് അൺഫെമിലിയർ ഓഫ്. എല്ലാവർക്കും അറിയാം വാട്സാപ്പ് എങ്ങനെയാണ് എന്താ കാര്യങ്ങൾ അതിൽ ചെയ്യാം. അപ്പോൾ വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്പൺ റേറ്റ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഓൾമോസ്റ്റ് 96-98% ഓപ്പൺ റേറ്റ് ഉണ്ട് വെൻ യു സെൻഡ് എ മെസ്സേജ്. ഈവൻ റേറ്റ്സ് ആർ നോട്ട് ടു ഹൈ. ഇപ്പോൾ നിങ്ങളൊരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് ഒരു സെൻഡ് ചെയ്യുന്നത് 14 ഫിൽസ് ആണ് ആവുക. അപ്പോൾ നമുക്ക് കുറേ സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് ഇപ്പോൾ നമുക്ക് വരുന്നുണ്ട്. മെയിൻ റീസൺ ബീങ് അവരൊരു ഇത് പ്രിൻ്റ് എടുക്കാൻ ഇറ്റ്സ് ഓൾമോസ്റ്റ് 35 to 45 ഫിൽസ് ഒരു ബുക്ക്ലെറ്റ് പ്രിൻ്റ് എടുക്കാൻ. ബട്ട് അഗെയിൻ യു ഡോണ്ട് നോ അത് ആരൊക്കെ കണ്ടു, ഓൺ വാട്ട് ബേസിസ് ആർ യു പ്രിന്റിങ് ഇറ്റ്. ഇപ്പം നിങ്ങളൊരു 4 million പ്രിൻ്റ് ഔട്ട്സ് എടുത്തു, ഡു യു നോ 4 million ആൾക്കാർ ഇത് കണ്ടു എന്നുള്ളത്? യു ഡോണ്ട് നോ. But on the flip side, if you have 4 million contact, you can send this to 4 million ആൾക്കാർ. അതിൽ നിന്ന് ആകെ 2 million കണ്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച 2 million ആൾക്കാർക്ക് അയച്ചാൽ മതി. യു ഡോണ്ട് ഹാവ് ടു സ്പെൻഡ് ഓൺ ദ. അപ്പോൾ അങ്ങനത്തെ കേസസ് ഉണ്ട്. സോ മെനി ബെനിഫിറ്റ്സ്. ഐ തിങ്ക് ഡേറ്റ ആണ് ഏറ്റവും വലിയ കാര്യം. അതായത് നമുക്ക് ഡിസിഷൻസ് എടുക്കാനും അതിനനുസരിച്ച് പ്രിപ്പയർ ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നമ്മൾ അന്ന് ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ ഞാൻ ക്രേവിൻ്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓർഡേർഡ് ഐറ്റം, അതൊരു റെസ്റ്റോറൻറ്റ് ക്രേവിൻ പോലത്തെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഡറിൽ നിന്ന്
നമ്മുടെ മെനുവിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റം ഏതാണെന്ന് നമുക്ക് നിങ്ങൾ കാണിക്കുന്നുണ്ട് ആ പ്ലാറ്റ്ഫോമിൽ. Can you explain about that? സോ നമ്മൾ ഈ ഐറ്റംസിൻ്റെ കേസ് വി ഷോ മോസ്റ്റ് ഓർഡേർഡ് ഐറ്റം ഏതാണ് കാര്യങ്ങളൊക്കെ. അത് ടു ആൻ എക്സ്റ്റെൻഡ് അവർ ഈ പോസ്റ്റ് സൊല്യൂഷൻസിൽ അവർക്ക് കിട്ടും. അവർ പഞ്ച് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ ഡേറ്റ കൊടുക്കുന്ന പോസ്റ്റ് സൊല്യൂഷൻസ് ഉണ്ട്. ബട്ട് സംതിങ് ദാറ്റ് വി ആർ ഗിവിങ് ദാറ്റ് അതേഴ്സ് ഡോണ്ട്, ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് വന്ന കസ്റ്റമർ, അത് ബേസ്ഡ് ഓൺ വാല്യൂ, ബേസ്ഡ് ഓൺ ഓർഡേഴ്സ്. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇത് ഇനീഷ്യലി ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിനുണ്ടായ ഒരു ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ് നമ്മളിത് രണ്ടാക്കി തിരിച്ചത്. സോ അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ചായയും ഒരു സ്നാക്കും ഓർഡർ ചെയ്യുന്ന ഒരാളുണ്ട് എല്ലാ ദിവസവും. അപ്പം ഈസ് ഓൾസോ എ ലോയൽ കസ്റ്റമർ. അറ്റ് ദ സെയിം ടൈം ആഴ്ചയിൽ എല്ലാ ആഴ്ചയും പക്ഷേ ഇവർ വരും, ഒരു ഫാമിലി ഡിന്നറിന് നല്ല ലാവിഷായിട്ട് അവർ കുറച്ച് കറികളും കാര്യങ്ങളൊക്കെ വാങ്ങും. പക്ഷേ ഈ ഫാമിലി സ്പെൻഡ് വേ മോർ ദാൻ ദിസ് പെർട്ടിക്കുലർ ഈ സ്നാക്കും ഇവരും വാങ്ങുന്ന ആള്. സോ വി ഷുഡ് ഗിവ് എൻ ഓപ്ഷൻ. നിങ്ങൾ ഏതാണ് ഓർഡർ ബേസ്ഡ് ആണോ നിങ്ങൾ റിവാർഡ് ചെയ്യാൻ നോക്കുന്നത്, സെയിൽസ് ബേസ്ഡ് ആണോ? വി ഡിഡ്ന്റ് ഹാവ് ദാറ്റ് ഓപ്ഷൻ ഏർലി. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ റെസ്റ്റോറൻറ്റ് ഓണേഴ്സും സ്റ്റാഫും തരുന്ന ഇൻസൈറ്റ്സ് ആണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഓർഡർ ബേസ്ഡും സെയിൽസ് ബേസ്ഡും നമുക്ക് മെയിൻ ഡേറ്റ കൊടുക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സോ ദാറ്റ് ദേ ക്യാൻ ഹാവ് ദെയർ ഓൺ ലോയൽറ്റി സ്കീംസ്, ദേ ക്യാൻ റിവാർഡ് ദീസ് പീപ്പിൾ, ദേ ക്യാൻ ബിൽഡ് ദെയർ ഓൺ കമ്മ്യൂണിറ്റി. അതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലാണ് വി ആർ ബിൽഡിങ് ഇറ്റ്. ഇത് കൂടാണ്ട് നമ്മൾ ചെയ്ത വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓർഡറിന് ശേഷം ഒരു 1.5 to 2 hours ശേഷം വി സെൻഡ് ആൻ ഓട്ടോമേറ്റഡ് മെസ്സേജ് ടു കസ്റ്റമർ ആസ്കിങ് ഹൗ ഇസ് ദി എക്സ്പീരിയൻസ്. അപ്പോൾ ഈ എക്സ്പീരിയൻസ് നമ്മൾ ചോദിക്കുമ്പോൾ വാട്ട് വി ഹാവ് ഡൺ ഇസ്, സേ ഫോർ എക്സാമ്പിൾ ശരത്ത് ഒരു 5 items വാങ്ങി, യു ഹാവ് ആൻ ഓപ്ഷൻ ടു റേറ്റ് ഓൾ 5 items ഔട്ട് ഓഫ് 5 stars. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ മാസാവസാനം 6 months കൂടുമ്പോൾ റെസ്റ്റോറൻറ്റ് ഓണർ ക്യാൻ ഗോ ടു അവർ ഡാഷ്ബോർഡ്, ദേ ക്യാൻ ചെക്ക് ഓക്കെ ഏത് ഐറ്റമിനാണ് ഏറ്റവും കൂടുതൽ കുറവ് റേറ്റിംഗ് ഉള്ളത്, ഏതിനാണ് ഏറ്റവും കൂടുതൽ ഹയർ റേറ്റിംഗ് ഉള്ളത്. അപ്പോൾ ഈ കുറവ് റേറ്റിംഗിൽ ദേ ക്യാൻ എയ്തർ ഡു ആൻ ആക്ഷൻ ആസ് ഇൻ ബെറ്റർ ആക്കാൻ നോക്കാം, കാര്യങ്ങൾ നോക്കാം. ഇല്ലെങ്കിൽ വാട്ട് ദേ കുഡ് ഡു ഇസ് ദേ കുഡ് മേ ബി ഷെൽഫ് ഔട്ട് ദ എൻറ്റയർ ഐറ്റം. അങ്ങനെ ഒരു മോശം ഐറ്റം വെക്കേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ ഇതാണ് നമ്മൾ ചെയ്യുന്ന സംഭവം. വി ഗിവ് അതർ ഡേറ്റാസ് ഓൾസോ. ഫോർ എക്സാമ്പിൾ ഈ വാട്സാപ്പ് ത്രൂ ഓർഡർ എടുക്കുമ്പോൾ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഞാൻ ഏത് റെസ്റ്റോറൻറ്റോ ബിസിനസ് ഓണറായിട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല അവർക്ക് എത്ര കോണ്ടാക്ട് ഉണ്ട് വാട്സാപ്പിൽ, എത്ര ആൾക്കാർ പെർ ഡേ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ദേ ഹാവ് നോ ക്ലൂ. അവർക്ക് അറിയില്ല. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സിൻ്റെ ഒക്കെ കേസിൽ എസ്പെഷ്യലി ഡെലിവറി ടൈം എത്ര എടുക്കുന്നുണ്ട്, ഒരു ഐറ്റം ഒരു പെർട്ടിക്കുലർ ഓർഡർ ഡെലിവറി ചെയ്ത് വരാൻ എത്ര എടുക്കുന്നുണ്ട്. ദേ ഹാവ് നോ ക്ലൂ. സെയിം ഇസ് ദ കേസ് ഫോർ റെസ്റ്റോറൻറ്റ്സ്. സോ നമ്മൾ ഈ ഡേറ്റകളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവർക്ക് ഈ മിസ്സാവുന്ന വാട്സാപ്പ് ത്രൂ ഓർഡേഴ്സ് എടുക്കുന്ന ഒരു ഡേറ്റയാണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനോടും ബ്രാഞ്ച് മാനേജേഴ്സിനോടും പറയാറുള്ളതാണ്, വി ആർ എ സാസ് പ്ലാറ്റ്ഫോം. ഞങ്ങളൊരു ഓർഡർ ലിമിറ്റ് വെച്ചിട്ടില്ല. 2 ഓർഡറാണ് 3 ഓർഡറാണ് വെച്ചാൽ 1000 ഓർഡർ ആണെങ്കിലും ഇത് സെയിം തിങ്, സെയിം പ്രൈസ്. സോ എക്സ്പ്ലോയിറ്റ് അസ്. അതാണ് നമ്മൾ പറയുന്നത്. ഞങ്ങൾ തരുന്ന ടൂൾസും കാര്യങ്ങളും നിങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്യും. ദർ ഇസ് നോ ക്യാപ്പ് ഓൺ എനിത്തിങ്. ജസ്റ്റ് ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ, എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. റൈറ്റ്. ആസ് ഓഫ് നൗ എവറി ഫീച്ചർ ഇസ് അവൈലബിൾ. മാർക്കറ്റിംഗ്, ബ്രോഡ്കാസ്റ്റിംഗ് എല്ലാം നമുക്ക് അതിനകത്ത് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ മാത്രമല്ല ക്രേവൻ ചെയ്യുന്നത്, അത് സൂപ്പർ മാർക്കറ്റ്സിന് ചെയ്യുന്നുണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, ഫാർമസീസിന് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫോർ എക്സാമ്പിൾ പെർഫ്യൂം കമ്പനീസ് അവർക്കൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ in short, if anyone wants to, again delivery മാത്രമല്ല, you can also do pickup orders. അങ്ങനെ ചെയ്യാം. but delivery pickupൽ ഫോക്കസ് ചെയ്യുന്ന any brand who wants to take orders through WhatsApp, they could contact us. ഇപ്പോൾ ഒരു യൂഷ്വലി ഇപ്പോൾ ഇത് കാണുന്ന ആൾക്കാർ വിചാരിക്കുകയാണ് ഓക്കെ വാട്സപ്പ് നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ട്, നമുക്ക് ഓർഡേഴ്സ് വരുന്ന നമ്മൾ റിപ്ലൈ കൊടുക്കുന്നു, നമ്മൾ ചെയ്യുന്നുണ്ട്, മാനുവലി നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള സ്കെപ്റ്റിക്കലായിട്ടുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ആ പ്രോബ്ലം ഫേസ് ചെയ്തിട്ടുണ്ടോ? അപ്പം നമ്മൾ ഈ കോൾ ചെയ്യുമല്ലോ, അപ്പോൾ വളരെ ഫണ്ണി ആയിട്ടത് എൻ്റെ ഇനീഷ്യൽ കാരണം നമ്മൾ ഇനീഷ്യലി വിളിക്കുന്ന ഒരു 100 കസ്റ്റമേഴ്സാണ് നമ്മളെ ഒരു മേക്ക് ഓർ ബ്രേക്ക് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും എങ്ങനെയാണ് ഈ മാർക്കറ്റ് റെസ്പോണ്ട് ചെയ്യുന്നത്, ഇവരെ കോൺസെൻട്രേറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അന്ന് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട്, ഐ വാസ് വെരി ഡൗൺ. ആ ഒരു ഫേസിൽ ദാറ്റ് പെർട്ടിക്കുലർ ഡേ എസ്പെഷ്യലി ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് ഓണറിനെ വിളിച്ചു. ഐ ഡോണ്ട് നോ, മേ ബി ഇറ്റ് വാസ് വെരി ബിസി ഓർ സംതിങ്.
അവരെടുത്ത് അവർ കോൾ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു നമ്മൾ വാട്സാപ്പ് ത്രൂ ഓർഡർ എടുക്കാൻ സഹായിക്കുന്നൊരു ഇതാണ്, അങ്ങനെയാണ് ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു 1 മിനിറ്റിനുള്ളിൽ പിച്ച് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഞാൻ ഇപ്പോൾ വാട്സാപ്പിന് പൈസ ഒന്നും കൊടുക്കുന്നില്ല, എനിക്ക് ഓർഡറും കിട്ടുന്നുണ്ട്, വൈ ഷുഡ് ഐ പേ യു? അപ്പം അതാണ് നമ്മൾ 1 മിനിറ്റിൻ്റെ അടുത്ത് നമ്മൾ പിച്ച് ചെയ്തപ്പോൾ അവർക്ക് വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഡേറ്റ കിട്ടും, കാര്യങ്ങൾ കിട്ടും. അവർ ഓപ്പണായിട്ട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഐ ഡോണ്ട് സീ എ വാല്യൂ എന്ന്, എനിക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട്, ഐ എം ഹാപ്പി വിത്ത് ഇറ്റ് എന്നുള്ള രീതിയിൽ. ബട്ട് എവിടെയാണ് നമ്മൾ വരുന്നത് വിചാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ദിവസം വാട്സാപ്പ് ത്രൂ അല്ലെങ്കിൽ കോള് ത്രൂ മിസ്സാവുന്ന ഓർഡേഴ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്താൽ യു ആർ നെവർ ഗോയിങ് ടു മിസ്. ദാറ്റ്സ് 1 പോയിന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കോളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധിക റെസ്റ്റോറൻറ്റ് കേസ് ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ 4 ലൈൻ ഉണ്ടാവും, 4 ലാൻഡ് ലൈൻ ഫോൺ ഉണ്ടാവും, 2 ആൾക്കാരെ റിപ്ലൈ ചെയ്യാനുണ്ടാവുള്ളൂ. ആ മാത്ത് അവിടെ തന്നെ ബ്രേക്കായി. ഈ 4 കോൾ കഴിഞ്ഞാൽ 5ാമതുള്ള ഒരാൾ, കാരണം ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഈ സമയങ്ങൾ ഇസ് വെരി കോമൺ. ആൾക്കാർ ഓർഡർ ചെയ്യാൻ പോകുന്ന സമയം കോമൺ സമയമാണ്. 5ാമത് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ലൈൻ ബിസിയാണ്, 6ാമത് ഒരാൾ വിളിച്ചാലും ലൈൻ ബിസിയാണ്. ഈ ഓർഡർ ഇനി അവർ വീണ്ടും വന്ന് വെയിറ്റ് ചെയ്ത് വിളിച്ചാൽ മാത്രമേ അവർക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ചിട്ട് ആ കസ്റ്റമറിന് ഈ ഒരു റെസ്റ്റോറൻറ്റ് മാത്രമല്ല ഉള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എക്സെപ്ഷണലി ഒരു സംഭവത്തിന് വെൽ നോൺ, വെൽ റെപ്യൂട്ടഡ്, അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമായിരിക്കണം. ബട്ട് നമ്മളിപ്പോൾ ലഞ്ചിനൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഒരു ഭൂരിഭാഗം പേരും നമുക്കിത് ഓർഡർ ചെയ്ത് തീർത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കാം എന്നുള്ളൊരു ടെൻഡൻസി ഉള്ള ആൾക്കാരാവും. അപ്പോൾ അവർ ഓക്കെ അടുത്ത റെസ്റ്റോറൻറ്റ് ഏതാണ്, പെട്ടെന്ന് എനിക്ക് റിപ്ലൈ തരുന്ന റെസ്റ്റോറൻറ്റ് ഏതാണ്, പെട്ടെന്ന് ഡെലിവറി ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് ഏതാണ്, അങ്ങനെ നോക്കിപ്പോവും. അപ്പോൾ ഇവിടെ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് മിസ്സാവുന്ന എല്ലാ ഓർഡേഴ്സും യു ക്യാൻ ഡയറക്റ്റ് ടു ദിസ് പെർട്ടിക്കുലർ വാട്സാപ്പ് നമ്പർ. നിങ്ങൾക്ക് ആകെ ചെയ്യേണ്ടത് ആക്സെപ്റ്റും റിജക്റ്റും ബട്ടൺ അമർത്തുക. യു ക്യാൻ ഗോ ത്രൂ ദ ഓർഡർ. ഈ അഗ്രിഗേറ്റഡ് പ്ലാറ്റ്ഫോംസ് വരുന്ന അതേപോലെ തന്നെ ഓർഡർ വരിക. യു ജസ്റ്റ് ഹാവ് ടു ആക്സെപ്റ്റ് ഓർ റിജക്ട്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓർഡർ മിസ്സാവില്ല, യു ആർ സേവിങ് കമ്മീഷൻസ്, യു ആർ ഗെറ്റിംഗ് പ്രോപ്പർ നോളേജ് അബൌട്ട് യുവർ കസ്റ്റമേഴ്സ്. ആരാണ്, എന്താണ്, അവർ എത്ര പ്രാവശ്യം ഓർഡർ ചെയ്തു, എത്ര സ്പെൻഡ് ചെയ്തു, നിങ്ങൾ ഏത് ഐറ്റംസ് ആണ് വർക്ക് ചെയ്യുന്നത്, ഏത് ഐറ്റംസ് വർക്ക് ചെയ്യുന്നില്ല. ഫോർ ദാറ്റ് മാറ്റർ നമ്മൾ കൊടുക്കുന്നൊരു ചില കാര്യങ്ങൾ ഞങ്ങൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും വി നോ ഓക്കെ ദിസ് ഇസ് ഗോയിങ് ടു ബി വാല്യുബിൾ. ഇത് പക്ഷെ എങ്ങനെ യൂസ് കേസ് വരും എന്നുള്ളത് നമ്മളുടെ 1-2 ഐഡിയാസ് ഉണ്ടാവുള്ളൂ. ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. സോ ഞങ്ങൾ ഈ സോണ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വി ബിൽഡ് ആ സോൺ നമ്മൾ ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു റെസ്റ്റോറൻറ്റ് തന്നെ ചിലപ്പോൾ നേരെ ഓപ്പോസിറ്റുള്ള ബിൽഡിങ്ങിൽ കൊടുക്കാം, ഫ്രീ ഡെലിവറി ആകാം. മിനിമം ഓർഡർ ചിലപ്പോൾ 5 dirhams ഒക്കെ ഉണ്ടാവുള്ളൂ. ബട്ട് ഫോർ എക്സാമ്പിൾ ഒരു 2 kilometers 5 kilometers അപ്പുറത്ത് പോകുമ്പോൾ ദേ വുഡ് ഹാവ് ലൈക്ക് 20-25 dirhams മിനിമം ഓർഡർ വാല്യൂ. അപ്പോൾ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് what we have done is നമ്മൾ ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് ഓരോ റെസ്റ്റോറൻറ്റിൻ്റെ സോണുകൾ മാപ്പ് ഔട്ട് ചെയ്തിട്ട് സെപ്പറേറ്റ് ഇരിക്കും. നമ്മൾ ഈ ഒരു ഡേറ്റ കാണിക്കാം എന്നുള്ളൊരു ഇതിൽ മാത്രം വി വർ ലൈക്ക് ഓക്കെ വി ഹാവ് എ ടേബിൾ വെയർ ഇറ്റ് ഷോസ് ഈ ഏരിയയിൽ നിന്ന് യു ഗോട്ട് ദീസ് മെനി ഓർഡേഴ്സ്. പക്ഷെ ചില റെസ്റ്റോറൻറ്റ്സ് എന്താ, നമ്മൾ കുറച്ച് ക്ലയൻറ്റ്സ് എന്താ ചെയ്ത് വിചാരിച്ചു കഴിഞ്ഞാൽ ദേ സ്റ്റാർട്ടഡ് ടേക്കിംഗ് ഈ സോണുകൾ ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് ആഡ്സ് ഓൺ ദീസ് സോൺസ്. ഓക്കെ, അപ്പോൾ അവർ ഈ ഫുൾ ദുബായ് ആഡ് റൺ ചെയ്യുന്നതിന് പകരം ദേ ഹാവ് പ്രോപ്പർ ഡേറ്റ. ദേ നോ എവിടെ നിന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ വരുന്നത്, അവർ ഡെലിവറി ചെയ്യുന്ന സ്ഥലത്ത് കുറവ് ഓർഡർ എവിടെ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഓർഡറോ പ്രൊമോഷനോ കാര്യങ്ങളോ റൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പം അഗെയിൻ ഓരോ ആൾക്കാരെ ക്രിയേറ്റിവിറ്റി ആവുക യൂസിങ്. അത് നമ്മൾ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഈ പ്രൊമോ കോഡ്സിൻ്റെ ഫീച്ചർ ഉണ്ടല്ലോ, നമുക്ക് പ്രൊമോ കോഡ്സ് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പം അതൊരു റെസ്റ്റോറൻറ്റ് ഭയങ്കര ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്തൊരു കേസ് പറഞ്ഞു. അത് എങ്ങനെയായിരുന്നു? സോ അവർ ബേസിക്കലി നമ്മൾ പ്രൊമോ കോഡ് കൊടുത്തുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ന്യൂ ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are very big influencers, there is medium who are growing, and then there are people who wants to become influencers. അപ്പോൾ അവർ മെയിൻലി ഈ ആവാൻ താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ദേ ആർ റെഡി ടു ഡു ഫ്രീ പ്രൊമോഷൻ. അവർ പോകുന്നു, വീഡിയോ എടുക്കുന്നു, ഇടുന്നു. ചിലവർ ചെറിയ ചെറിയ റേറ്റ് വയ്ക്കും. മീഡിയം സൈസ്ഡ് ഇൻഫ്ലുവൻസേഴ്സ് ആണെങ്കിലും ചെറിയ ചെറിയ റേറ്റിന് ചെയ്ത് കൊടുക്കും. അപ്പോൾ വ്യൂ തിങ്കിങ് ഓക്കെ, ഇപ്പോൾ ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അപ്പോൾ കംപ്ലൈൻറ്റും പറയും, ഞങ്ങൾ വെറുതെ ഇവർക്ക് ഇത്ര പൈസ കൊടുത്തു, ഒരു കാര്യം ഉണ്ടായില്ല, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ വ്യൂ തിങ്കിങ് ഓക്കെ, 2 ആൾക്കാർക്കും ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ ലൈക്ക് ഓക്കെ, ആ ഇൻഫ്ലുവൻസിന് വൈ ഡോണ്ട് യു ഗിവ് ലൈക്ക് അഫിലിയേറ്റ് പ്രോഗ്രാം. വി ജസ്റ്റ് ബ്രോട്ട് ദാറ്റ് ടു ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ കേസിൽ കൊണ്ടുവന്നു, ഈവൻ സൂപ്പർ മാർക്കറ്റ്സ് എല്ലാവർക്കും. അപ്പം
നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സ് അത് മാത്രമായിരുന്നു. പ്രൊമോ കോഡ് കൊടുക്കുന്നു ആ ഒരു പെർട്ടിക്കുലർ ഇൻഫ്ലുവൻസറിന്, ആ ഇൻഫ്ലുവൻസറിന് വാട്ട് എവർ ഇസ് ദി അഗ്രിമെന്റ് അവർ കൊണ്ടുവരുന്ന സെയിലിൻ്റെ ഒരു പെർസെൻറ്റേജ് ആ ഇൻഫ്ലുവൻസറിന് കൊടുക്കും. അതായിരുന്നു ഐഡിയ. ബട്ട് ഇത് എസ്പെഷ്യലി ഞങ്ങളൊരു വൺ പെർട്ടിക്കുലർ ബ്രാൻഡ് അവർ വളരെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്തു. അവർ നിൽക്കുന്ന സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ ഏരിയ അല്ല. അവർക്ക് റെസിഡൻഷ്യൽ ഏരിയ അല്ലാത്തതുകൊണ്ട് തന്നെ ഡിന്നർ ഓർഡേഴ്സ് കുറവാണ് കമ്പാരേറ്റീവ്ലി. അപ്പോൾ ലഞ്ച് അവർക്ക് മാക്സിമം ക്യാപിറ്റലൈസ് ചെയ്യണം. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ പ്രൊമോ കോഡ് എടുത്തിട്ട് അവർ സെയിം 20% ഡിസ്കൗണ്ട് ആയിരുന്നു അവരുടെ റെസ്റ്റോറൻറ്റിൽ എല്ലാ കസ്റ്റമേഴ്സിനും കൊടുത്തിരുന്നത്. അപ്പോൾ ഏത് കസ്റ്റമർ ഒന്ന് ഓർഡർ ചെയ്താലും ദേ ഗെറ്റ് ദ സെയിം 20% ഡിസ്കൗണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ദേ ലൈക്ക് ഓക്കെ നമുക്ക് ഓരോ ഓഫീസുകളിൽ പോവാം, വിൽ മീറ്റ് ദെയർ HR. HR എന്നിട്ട് ആ കമ്പനീൻ്റെ പേരിൽ ഒരു ഡിസ്കൗണ്ട് കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതായിരുന്നു അവർ ആ ഫസ്റ്റ് ഐഡിയ. അപ്പോൾ ലൈക്ക് സൗണ്ട്സ് നൈസ്, നമുക്കങ്ങനെ നോക്കാമെന്നുള്ള രീതിയിൽ വി ഡിഡ്. അപ്പോൾ അങ്ങനെ വി സ്റ്റാർട്ടഡ് പ്രിപ്പയറിങ്. അപ്പോൾ ഇനീഷ്യൽ ക്ലയൻ്റ് ആയതുകൊണ്ട് വി വർ ദ വൺസ് ഹെൽപ്പിംഗ് ദം എങ്ങനെ ഇത് ചെയ്യണം കാര്യങ്ങളൊക്കെ. ആൻഡ് അവർ പോയിട്ടൊരു 7-8 ബിസിനസ്സുകളടുത്ത് പോയി ഇത് പറഞ്ഞു കൊടുത്തു, ഇതാണ് സംഭവം എന്നുള്ളത്. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ പേരിൽ ഞങ്ങൾ പ്രൊമോ കോഡ് ക്രിയേറ്റ് ചെയ്ത് തരാം, ആൻഡ് ദെൻ യു ഡു യുവർ തിങ്. നിങ്ങളുടേത്. അപ്പോൾ ഈ HR സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. അവരവരെ സ്റ്റാഫിനോട് പറയാണ് നിങ്ങളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരു റെസ്റ്റോറൻ്റായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുണ്ട്, ഈ ഓഫീസിലുള്ള സ്റ്റാഫിന് ഈ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ട്. ദേ വർ ഗെറ്റിംഗ് ദ സെയിം 20% ഡിസ്കൗണ്ട്. അവർ ആ കോഡ് യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ അവർക്ക് ആ 20% ഡിസ്കൗണ്ട് തന്നെ കിട്ടുന്നു. പക്ഷെ ഇത് ഭയങ്കരമായിട്ട് പബ്ലിസിറ്റി, കാരണം ഇവരിത് വാട്സാപ്പിൽ ഷെയർ ചെയ്യാൻ തുടങ്ങി, വർക്ക് ഗ്രൂപ്പിൽ ഇടാൻ തുടങ്ങി, പാൻട്രിയിലെ സ്റ്റിക്കർ ഒട്ടിക്കാൻ തുടങ്ങി. അപ്പോൾ അത് അവർ പ്രൊമോഷൻ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ പല രീതികളിലും പല റെസ്റ്റോറൻറ്റ്സും ഇത് ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ യൂസേഴ്സിനെ തന്നെ നമ്മുടെ മാർക്കറ്റിംഗ് അതാണ്. ഇപ്പോൾ സ്റ്റാഫുകൾക്ക് ഇത് പ്രൊമോ കോഡ് കൊടുത്തിട്ട് സെയിൽസിൻ്റെ ഒരു പെർസെൻറ്റേജ് കമ്മീഷനായി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പല രീതിയിൽ ഇവർ ചെയ്യുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിനെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഡിപ്പെൻസ്. അതാ പറഞ്ഞ എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ബേസിക്കലി ഈ റെസ്റ്റോറൻറ്റ്സിൽ ഫെയിലിയർ റേറ്റ് ഭയങ്കര ഹ്യൂജ് ആണ്. അതായത് എനിക്ക് തോന്നുന്നു 80% ഓഫ് റെസ്റ്റോറൻറ്റ്സ് 5 ഇയേഴ്സിനകത്ത് കൂട്ടി പോകുന്നതാണ് കണക്കുകൾ. എങ്ങനെ നാദാപുരത്തുനിന്നുള്ള ആളാണ് ഓർഡർ എങ്കിൽ ആവില്ല. ശരി, ഓക്കെ. അതെന്താണ്? എനിക്കറിയില്ല. ഞാൻ അധികം മലയാളി റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് അധികവും നാദാപുരത്തു നിന്നുള്ള ഓണേഴ്സ് ആണ്. നാദാപുരം ഓണർ ആണെങ്കിൽ ചാൻസ് കൂടുതലാണ്, ഫെയിലിയർ ചാൻസ് കുറവാണ്, സക്സസ് ചാൻസ് കൂടുതലാണ്. ആൻഡ് ഈവൻ ചില സ്ഥലത്തൊക്കെ പോയിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവരെന്നെ പറയും, ഇപ്പോൾ പൊട്ടാനിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾ നാദാപുരംകാരൻ്റെ അടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് ലൈക്ക് അതിനൊരു 2% ചാൻസ് ഉണ്ട് സക്സസ് ആവാന്ന്, അവരത് ആക്കിയെടുക്കും എന്നുള്ള രീതിയിൽ. ഓരോ സ്ഥലത്തുള്ള ആൾക്കാർക്ക് ഓരോ ബോണ്ട്. ഓക്കെ. സോ അതെ, അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഭയങ്കര ക്രിയേറ്റീവായിട്ട് നമ്മൾ മൂവ് ചെയ്യേണ്ട ഒരു ടൈമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് ചോദിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റെസ്റ്റോറൻറ്റ്സിൻ്റെ കാര്യത്തിലാണ്. നേരത്തെ പറഞ്ഞു ഈ ഇനീഷ്യലി കുറേ പേരെ കോളൊക്കെ ചെയ്തിട്ടാണ്, അപ്പോൾ കുറേ ഡൗൺ ആയിട്ട് ഫീൽ ചെയ്തു. എവിടെയാണ് ബ്രേക്ക് ത്രൂ മൊമെൻറ്റ് കിട്ടിയത്? എങ്ങനെയാണ് ക്രേവിനെ നിങ്ങൾ മാർക്കറ്റ് ചെയ്തത്? സോ ബ്രേക്ക് ത്രൂ മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിയലൈസ് ചെയ്തതിലാണ്. ആസ് ഇൻ ഓക്കെ, ഈ ഒരു ഇഷ്യൂ ഉണ്ട്, ഇത് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു റിയലൈസേഷൻ, അത് തന്നെയായിരുന്നു ബ്രേക്ക് ത്രൂ മൊമെൻറ്റ്. പിന്നെ നമ്മൾക്ക് എൻ്റെ ഒരു ഇതിൽ ഒബ്വിയസ്ലി ഇപ്പോൾ ഏതൊരു സ്റ്റാർട്ടപ്പ് ഫൗണ്ടർ ആണെങ്കിലും അവർക്കൊരു ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും ഇൻവെസ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യാൻ വരുന്ന അതും ഒരു ബ്രേക്ക് ത്രൂ മൊമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ 2 ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് നമ്മളുടെ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞില്ലേ MVP ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത്, അതിന് നമ്മളൊരു ചെറിയ വീഡിയോ തരുന്നു. അത് ത്രൂ വൺ ഓഫ് അവർ മ്യൂച്വൽസ് അവർ ആ വീഡിയോ കാണുകയും ഇൻസ്റ്റാഗ്രാമിൽ അല്ലല്ല ഈ ഒരു മ്യൂച്വൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ നിങ്ങൾ ആ വീഡിയോ ഉണ്ടാക്കാൻ കാരണം ഒരു പിച്ച് ഡെക്ക് പോലെ ഉണ്ടാക്കി. നമ്മൾ ഒരു പിച്ച് ഡെക്ക് പോലെ ആൾക്കാർ, കാരണം നമ്മൾ അധികം മീറ്റിംഗ്സ് കഴിയുമ്പോൾ ദേ ആർ ലൈക്ക് ഓക്കെ, കാരണം നമ്മൾ മാനേജേഴ്സിനാവും മീറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അവർ ഓണറിന് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടി ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ കിട്ടാൻ നന്നാവും എന്നുള്ള രീതിയിലാണ് നമ്മളത് ഉണ്ടാക്കിയത്. ശരി. ഇത് അവർ കണ്ടപ്പോൾ അവർ കുറച്ച് ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ദേ വാണ്ടഡ് ടു മീറ്റ് അസ്. അവർക്ക് വേണ്ട ഒരു കാര്യം വേറെ ആയിരുന്നു. ബട്ട് ദെൻ വി ടോൾഡ് അവർ എൻറ്റയർ പ്ലാൻ. ഓക്കെ, നമുക്കൊരു പ്രോപ്പർ പ്ലാൻ ഉണ്ട്, ഒരു 5 to 6 ഇയേഴ്സിനുള്ള നമ്മളുടെ ഒരു വിഷൻ ഉണ്ട്. വുഡ് ചേഞ്ച് മൂവിങ് ഫോർവേഡ്. അത് എങ്ങനെയാണ് അത് ആ ഒരു സർക്കംസ്റ്റൻസിനനുസരിച്ചിട്ട് മാറിയേക്കാം. പക്ഷേ വി ടോൾഡ് ഇതാണ് നമുക്ക് വേണ്ടത്, ഇതാണ് ദിസ് ഇസ് ആർ വിഷൻ, വൈ ഡോണ്ട് ബി
വർക്ക് ടുഗെദർ എന്നുള്ള രീതിയിൽ ആഫ്റ്റർ 2 മീറ്റിംഗ്സ് എവർ ഇൻ. ഓക്കെ. അപ്പോൾ അത് നമുക്കൊരു ബ്രേക്ക് ത്രൂ മൂവ്മെൻ്റ് ആയിരുന്നു. പിന്നെ മെയിൻ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ വി വർ ലൈക്ക് ഓക്കെ നമുക്ക് അധിക ബിസിനസ് അടുത്ത് പോയി ഇതാക്കുമ്പോൾ എസ്പെഷ്യലി നമ്മൾ ഇന്ത്യൻസ് ആണ്, ഞാൻ മലയാളിയാണ്. അപ്പോൾ നമുക്കൊരു ഫസ്റ്റ് അപ്രോച്ച് ഓബ്വിയസ്ലി ഒരു മലയാളി ക്ലയൻ്റ് ആയിരിക്കും. മലയാളീൻ്റെ അടുത്ത് പോയിട്ട് സംസാരിക്കും, ചായൻ്റെ മേലെ സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അപ്രോച്ചബിൾ ആണ്. അപ്പോൾ ഞാൻ പിന്നെ ഇഷ്ടംമാതിരി മലയാളി റെസ്റ്റോറൻറ്റ്സും ഉണ്ട് നമ്മുടെ ദുബായിൽ. സോ ഞാൻ പോയി സംസാരിക്കുന്നിടത്തൊക്കെ നമ്മൾ ഫേസ് ചെയ്തൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസിന് പൊതുവേ ഉള്ളൊരു ഇതാണ്, വി ആർ സ്ലൈറ്റ്ലി ഹെസിറ്റന്റ് ടു ട്രൈ ഔട്ട് സംതിങ് ന്യൂ. ഒന്ന് റെഡി ആയിട്ടുള്ള ട്രൈഡ് ആൻഡ് ടെസ്റ്റഡ് ബൈ സമ്മൺ എൽസ് റിസൾട്ട്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ കയറും. അപ്പോൾ വി ആർ ലൈക്ക് ഓക്കെ നമുക്കൊരു കാര്യം ചെയ്യാം, വിൽ ടേക്ക് 1 by 1. നമ്മൾ ആദ്യം ഒരു ക്ലയൻറ്റിനെ എടുത്തു, നമുക്കത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. എന്നിട്ട് അതിന് ശേഷം അറ്റ് ദ സെയിം ടൈം വി ഡിഡ്ന്റ് സ്റ്റോപ്പ്. ഈ നമ്മളൊരു 10 ഡോർ പോയി മുട്ടുമ്പോൾ നമുക്ക് 1-2 ആൾക്കാർ ഇതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ട് വന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അവർക്ക് റിസൾട്ട്സ് കാണിച്ചതിന് ശേഷം വിൽ സ്റ്റാർട്ട് മാർക്കറ്റിംഗ് ദ റിസൾട്ട്സ് ടു അതേഴ്സ് എന്നുള്ള രീതിയിൽ തുടങ്ങി. അവിടെ നിന്നാണത് ആദ്യം 2 ആൾക്കാരായിരുന്നു, പിന്നെ അത് 4 ആയി 5 ആയി അങ്ങനെ അങ്ങനെ കയറി വന്നത്. ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോഴേക്ക് എത്ര അപ്പോഴത്തേക്ക് ക്ലയൻസ് ഉണ്ടായിരുന്നോ? ഇല്ല. സോ വി ഹാഡ് കോൺടാക്ട്സ്. നമ്മൾ ഈ MVP വേണ്ടി റീച്ച് ഔട്ട് ചെയ്ത MVP ട്രൈ ഔട്ട് ചെയ്ത കോൺടാക്റ്റുകൾ ഉണ്ടായിരുന്നു. സോ നമ്മൾ ഈ പ്രോഡക്റ്റ് ഫിക്സ് ചെയ്തപ്പോൾ നമ്മൾ ആദ്യം പോയത് ഈ MVP ട്രൈ ചെയ്ത റെസ്റ്റോറൻസിൻ്റെ അടുത്തേക്കാണ്. അവിടെ അത് വർക്ക്ഔട്ടായി എന്ന് മനസ്സിലായപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഇത് നമ്മൾ ട്രാക്കിലാക്കിയിട്ടുണ്ട്, ഇനി മാർക്കറ്റിംഗ് സെയിൽസിലാണ് പിടിക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ കോൾഡ് കോൾസ് ആണ് ബേസിക്കലി ചെയ്തത്? കോൾഡ് കോൾ ഉണ്ടായിരുന്നു. അല്ല നമ്മൾ കോൾഡ് കോൾ കുറേ നമ്മൾ ചെയ്തിരുന്നു, ഡെഫിനറ്റ്ലി. വോക്കിൻസ് നമ്മൾ കുറേ ചെയ്തിരുന്നു. ഞാൻ പേഴ്സണലി എനിക്ക് കോൾഡ് കോളിനെ കാട്ടി കുറച്ചും കൂടി ചിലപ്പോൾ മേ ബി ദ വേ ഐ ടോക്ക് ഓർ ഐ ഡീൽ വിത്ത് പീപ്പിൾ അതുകൊണ്ടായിരിക്കും എനിക്ക് വോക്കിൻസ് ആയിരുന്നു കുറച്ചുകൂടി പ്രിഫറബിൾ ആയിട്ട് തോന്നിയത്. യൂഷ്വലി ഞാൻ എന്താ ചെയ്യാറെന്ന് പറഞ്ഞാൽ രാവിലെ പുറത്തിറങ്ങും, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ പുറത്തുനിന്നാണ് കഴിക്കുക, സ്നാക്സും പുറത്തുനിന്ന് കഴിക്കും. ആ റെസ്റ്റോറൻറ്റിലുള്ള അവരോട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി ഇരുന്ന് അവരോട് സംസാരിച്ച് അവരോട് ഇഷ്യൂസ് ഉണ്ടോ ചോദിക്കും. ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ അടുത്ത് ഇങ്ങനത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, ആരോടെങ്കിലും സംസാരിക്കാൻ പറ്റി കഴിഞ്ഞാൽ അങ്ങനെ കോൺടാക്ട് എടുത്ത് ബിൽഡ് ചെയ്ത് വന്നൊരു സംഭവമാണ്. ബട്ട് നമുക്കൊരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഡിഡ് ദിസ് സീരീസ്. അപ്പോൾ ഈവൻ MVP ആയ സമയത്തും ഉണ്ടാക്കിയ സമയത്ത് ഞാൻ എൻ്റെ പേഴ്സണൽ പ്രൊഫൈൽ ഐ വാസ് ലൈക്ക് ഓക്കെ കോൾഡ് കോളിംഗ് ഒരു വഴിക്ക് നടക്കുന്നുണ്ട്, വൈ ഡോണ്ട് യു ഡോക്യുമെന്റ് മൈ ജേർണി ആൻഡ് ട്രൈ പുട്ടിങ് സംതിങ് ഓൺലൈൻ. കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുന്നൊരു എൻഗേജ്മെൻറ്റും അട്രാക്ഷനും അത് വേറെ തന്നെയാണ്. യു നെവർ നോ ആരാണ് നിങ്ങളെ വീഡിയോ കാണുന്നതെന്നുള്ളത്. ചിലപ്പോൾ 5 ആൾക്കാരാവും കാണുന്നുണ്ടാവില്ല, അതിൽ 5-ൽ KFCൻ്റെ ഓണർ കാണിച്ചത് അത് മതി. അപ്പം അങ്ങനത്തെ ഒരു ഐഡിയയിൽ ലൈക്ക് ഓക്കെ ഐ ഡു ലൈക്ക് 30 days 30 businesses എന്ന് പറഞ്ഞൊരു ചലഞ്ച്. ഓക്കെ, അതെനിക്ക് 18ാം ദിവസം എനിക്ക് നിർത്തേണ്ടി വന്നു. മെയിൻലി ബിക്കോസ് എല്ലാം കൂടി നമുക്ക് ഓവർ ബേർഡൻ ആയി. എന്താ മീറ്റിംഗ്സ് ഹാൻഡിൽ ചെയ്യണം, വീഡിയോ ഷൂട്ട് ചെയ്യണം, സ്ക്രിപ്റ്റ് ചെയ്യണം, എഡിറ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ യു കാൺട്ട് ഡീവിയേറ്റ് യുവർ അറ്റൻഷൻ ടു സെയിൽസും ഫ്രം സെയിൽസ് ആൻഡ് മീറ്റിംഗ്സ് ടു വീഡിയോ ക്രിയേഷൻ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ MVP കഴിഞ്ഞ് ഇങ്ങനെ ആയ സമയത്ത് നമ്മൾ റീലോഞ്ച് ചെയ്ത സമയത്ത് മീ ആൻഡ് ഈത്തൻ ബോത്ത് ഓഫ് us were like നമുക്കിത് ഒപ്പം ചെയ്യാം, കുറച്ചും കൂടി ഒരു ഹയർ ഇതിൽ നോക്കാം, ലെറ്റ്സ് ട്രൈ ടു മീറ്റ് 100 businesses in 100 days. ഓക്കെ, നെക്സ്റ്റ് ചാലഞ്ച് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതെന്തുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വർ ജസ്റ്റ് ആവറേജിങ് 2000 views 3000 views. പക്ഷെ ഇത് നമുക്കൊരു ചെറിയൊരു കമ്മ്യൂണിറ്റി പോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. വളരെ ചെറുതാണെങ്കിലും നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ ഒരിക്കലും മീറ്റ് ചെയ്യില്ലായിരുന്നു അങ്ങനത്തെ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്തു. നമുക്ക് കുറേ സപ്പോർട്ട് സിസ്റ്റം വന്നു. ഈ റെസ്റ്റോറൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ ഈ ഇഷ്യൂസ് കാരണം ഫെയിൽ ചെയ്ത ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. ഈ സ്പേസിലുള്ള അഗ്രിഗേറ്റർ ആപ്സിലുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ അവർ ഓക്കെ ഇതുണ്ട്, നമ്മളാൽ ആവുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ അവർ സൈഡിൽ നിന്നുള്ള കോണ്ടാക്ട്സും കാര്യങ്ങളും റെഫറൻസും കാര്യങ്ങളൊക്കെ തന്നു. അങ്ങനെ പിന്നെ നമുക്ക് കുറച്ചുകൂടി സപ്പോർട്ട് കൂടി സോഷ്യൽ മീഡിയ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് കുറേ ആൾക്കാരിലേക്ക് എത്താൻ പറ്റി. നമ്മൾ വി ഗോട്ട് ഷൗട്ട് ഔട്ട് ഫ്രം ക്രിസ് ഫെയ്ഡ്. എന്താ നമ്മൾ റഫി ഫില്ലിനെ മീറ്റ് ചെയ്തു ആ ഒരു ഇതിന്റെ ഭാഗമായിട്ട്. വി ഗോട്ട് എ കോൾ ഫ്രം അമേരിക്കാന ഗ്രൂപ്പ്. നമുക്ക് അങ്ങനെ ഒരു മീറ്റിംഗ് സെറ്റായി. അപ്പം അങ്ങനെ പല രീതിയിലുള്ളതുണ്ടായി. സോ ഐ ബിലീവ് ആ ഒരു 100 days പോസ്റ്റ് ചെയ്തപ്പോൾ
കുറേ ലേണിങ്സ് തന്നെ, കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി, ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കുറേ നമ്മൾ മീറ്റ് ചെയ്യാനും കാരണം റൈറ്റ്. അതെ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഫണ്ട് ഇഷ്ടമാരുണ്ടാകുമ്പോൾ ഫസ്റ്റ് തോട്ട് എന്ന് പറഞ്ഞാൽ ആഡ് റൺ ചെയ്യാം, വിൽ ഡു, ഇവിടെ ബിൽ ബോർഡ് വെക്കാം, അവിടെ ഇത് ചെയ്യാം, പേപ്പറിൽ ആഡ് കൊടുക്കാം, റേഡിയോയിൽ ആഡ് കൊടുക്കാം. ഡെഫിനറ്റ്ലി ഗുഡ് ഫോർ ബ്രാൻഡിങ് അങ്ങനത്തെ കാര്യം. പക്ഷേ ഇങ്ങനെ ഈ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ചിന്തിക്കില്ല. ഇത് മെയിൻലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രൈസിസ് കാരണമാണ് നമുക്ക് വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച്, വി ആർ സ്റ്റാർട്ടപ്പ്, വി ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് ഫണ്ടിങ്ങിൻ്റെ ഒരു ഇതില്ല നമുക്ക് അങ്ങനെ മാർക്കറ്റ് ചെയ്ത് ഈ അഗ്രിഗേറ്റർ ആപ്സ് ചെയ്യുന്ന പോലെ നമുക്ക് ചെയ്യാനില്ല. സോ വാട്ട് ഈസ് ദ മോസ്റ്റ് ക്രിയേറ്റീവ് വേ ഓഫ് ഡൂയിങ് തിങ്സ് എന്നുള്ള രീതിയിൽ വന്നതാണ്. നൈസ്. പിന്നെ ഋഷി ഒരു ഐനോ UAE എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജും കൂടെ റൺ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. സോ അത് നമ്മൾ 2022 ഈ ഒരു പീരീഡിൽ നമ്മളൊരു പാഷൻ പ്രൊജക്റ്റായിട്ട് തുടങ്ങിയത് ഞാൻ ഈത്തനും. മെയിൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UAE നടക്കുന്ന കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് വാലിഡേറ്റ് ചെയ്തിട്ട് കൊടുക്കുക, റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വാലിഡേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഐഡിയയിലായിരുന്നു നമ്മൾ തുടങ്ങിയത്. ബിക്കോസ് ആ സമയത്ത് UAE ഇൻഫർമേഷൻ കൊടുക്കുന്ന ആ സമയത്ത് ഈവൻ ഇപ്പോഴും നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും കുറേ പ്ലാറ്റ്ഫോംസൊക്കെ അൺനെസസറി ആയിട്ടുള്ളതും അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൊടുക്കുന്ന രീതിയിൽ. ഇപ്പോൾ 2022 നമ്മൾ തുടങ്ങി പേജ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും നമുക്കതൊരു പ്രോപ്പർ ഇതായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. വി ഹാഡ് സോ മെനി ഐഡിയാസ്. നമ്മൾ ഇവിടെയുള്ള ചെറിയ ആർട്ടിസ്റ്റിന് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കുക, ടു ഗ്രോ ഇൻ ദ പേജ്, അങ്ങനത്തെ രീതിയിലൊക്കെ നമ്മൾ തുടങ്ങിയതായിരുന്നു. അപ്പോൾ പിന്നെ 2022 നമ്മളത് നിർത്തി. വി ഹാഡ് ടു സൈഡ് ലൈൻ ബാക്കിയുള്ള ചടങ്ങുകളും പരിപാടികളിലേക്ക് ഇറങ്ങിയപ്പോൾ 2023 മിഡായപ്പോഴാണ് അത് ആണ് തോന്നുന്നു, അതോ 2024 വി അഗെയിൻ അഭിഷേക് എന്ന് പറഞ്ഞിട്ട് വൺ ഓഫ് അവർ ഡിയറസ്റ്റ് ഫ്രണ്ട്സ് അവർ ജോയിൻ ചെയ്തു. ഹി വാസ് ലൈക്ക് ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദി പേജ്, നമുക്ക് തുടങ്ങല്ലേ. അപ്പോൾ നമ്മളുടെ ഐഡിയയും വിഷനൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ ഹി വാസ് ഓൾസോ ഇൻട്രസ്റ്റഡ്. So he is the one who's looking after the page right now. And main reason why we were നമ്മളത് തുടങ്ങാനുള്ള ഒരു one of the main reason എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we were running marketing agencies. ഞങ്ങൾ മാർക്കറ്റിംഗ് ഏജൻസി നടത്തിയുള്ള ആൾക്കാർ. അപ്പോൾ നമ്മളൊരു റീറ്റെയിലർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 6,000 to 7,000 dirhams ആണ് ഒരു മാസം നമ്മളെ ചാർജ്. അതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവറി ഡേ ഇറ്റ്സ് എ വർക്ക് വിത്ത് ദ ക്ലയൻറ്റ്. അപ്പോൾ എന്താ നമ്മളതിൽ 15-20 പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും, സ്റ്റോറീസ് ഇടും, റീല് ഷൂട്ട് അങ്ങനെ ഇതൊക്കെ ആയിട്ട്. സോ വൺ ഓഫ് ആ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു പേജിൻ്റെ അടുത്ത് പോയി വി ഡിഡ് എ പ്രൊമോഷൻ. ദേ ചാർജ് 12,000 dirhams ആൻഡ് അവർ ലിറ്ററലി ഒരു കണ്ടൻറ്റ് ഒന്നും ചെയ്തില്ല. വി മെയ്ഡ് ദ കണ്ടൻറ്റ് എവറിത്തിങ്. അവരൊരു റീലോ 2 റീലോ ഒരു പോസ്റ്റും കാര്യങ്ങളും ചെയ്തപ്പോഴത്തേക്കും ദേ ചാർജ് 12,000 dirhams. അപ്പോൾ നമ്മളത് എന്താണ് അതിൻ്റെ ഒരു ഗ്യാപ്പ്. അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കിയ സമയത്ത് ദെയർ കണ്ടൻറ്റും അതിനുള്ള റിപ്ലൈസും കാര്യങ്ങളൊക്കെ നോക്കിയ സമയത്ത് വി തോട്ട് ഓക്കെ വി കുഡ് ഹാവ് എ പേജ് വിച്ച് ഈസ് മോർ ഫോക്കസ്ഡ് അങ്ങനത്തെ രീതിയിൽ. ആൻഡ് ഐ ഓൾവേസ് ഹാഡ് ദിസ് ഇഷ്യൂ വിത്ത് സ്റ്റോറി ടെല്ലിംഗ് ഇൻ ദുബായ് ഇൻ ജനറൽ, നോട്ട് സ്റ്റോറി ടെല്ലിംഗ് ഇൻ ദുബായ്, പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്പുട്ടിൻ്റെ ഇതായിട്ടും. ഞാൻ സൗദിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ സൗദിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് എനിക്ക് ദുബായിനെ കുറിച്ച് UAE കുറിച്ചുള്ള എക്സ്പോഷർ ഇസ് വെരി ലെസ്. ആകെ എനിക്കറിയാം, വെരി ലെസ് ഇൻ ദ സെൻസ് ഇറ്റ്സ് വെരി ലൗഡ് ബട്ട് ഏരിയ ഇസ് വെരി ലെസ്. ഷെയ്ഖ് സയ്യിദ് റോഡ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ദുബായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് സയ്യിദ് റോഡാണ്. ഇൻഫാക്ട് ആ സമയത്ത് നമ്മൾ ഈവൻ ഇപ്പോഴും നടക്കുന്നൊരു ജോക്കാണ്, UAE എന്ന് പറയുന്നതിനെക്കാട്ടി ആൾക്കാർക്ക് അറിയുന്നതിനെക്കാട്ടി കൂടുതൽ ദുബായ് എന്നാണ് അറിയാം. ആൾക്കാർക്ക് അബുദാബിയാണ് ക്യാപിറ്റൽ എന്ന് പോലും കുറെ ആൾക്കാർക്ക് അറിയില്ല. UAE നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അറിയുന്നതൊക്കെ ഡൗട്ട്. അപ്പോൾ ഈ ഷെയ്ഖ് സയ്യിദ് റോഡാണ് മെയിൻ സംഭവം. എൻ്റയർ ദുബായ് ഇങ്ങനെയാണെന്നുള്ളൊരു ഒരു നോളേജ് ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതല്ലാണ്ട് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ UAE ആക്കുന്ന ഈ കറാമയിലുള്ള ദേറയിലുള്ള JLT JBR ഭാഗങ്ങളിലുള്ള അബുദാബി ഷാർജ അജ്മാൻ അങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള കുറച്ച് സ്റ്റോറീസ് ഉണ്ടല്ലോ. സോ അതൊക്കെ പറയാനും അത് ഒന്ന് കാണിക്കാനും വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് വി ഹാവ് ദി സ്മോൾ സെഗ്മെൻറ്റ്സ്. ഐ ഡോണ്ട് തിങ്ക് ഈവൻ പീപ്പിൾ നോട്ടീസ്. ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റാൻഡം ക്ലിപ്സ് ഉണ്ടല്ലോ ഓരോ ലൊക്കാലിറ്റീൻ്റെ, അതെടുത്തിട്ട് നമ്മൾ ഇട്ടിട്ട് വയ്ക്കും ഡു യു നോ ദിസ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ അധികം ആൾക്കാരും കാണാത്ത അതോ കേൾക്കാത്ത സ്ഥലങ്ങളാണ് നമ്മൾ ഇടുക. ഇപ്പോൾ UAE തന്നെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷാർജയിൽ ഉള്ള റോളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാഫിക് എന്ന് പറയുമ്പോൾ മാത്രം കാണിക്കുന്ന ഒരു സ്ഥലമായിരിക്കും.
പക്ഷെ അത് അവിടുത്തെ കുറച്ച് കടകളും കാര്യങ്ങളും കാണിക്കുമ്പോൾ അതിൻ്റെ കമൻറ്റ് സെക്ഷൻ എൻഗേജ്മെൻറ്റും കാണും. അവിടെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക്, അവിടെ അവർ ലൈഫ് സ്പെൻഡ് ചെയ്ത ആൾക്കാർ അവർ വന്നിട്ട് ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യും. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു പേജ്, ഒരു കുട്ടി പേജാണ് ഉള്ളത്. വളരെ ഓർഗാനിക് ആണ്. വി ഹാവൻ ഡൺ എനി ആഡ്സ്, നത്തിങ്. ഇപ്പം എനിക്ക് തോന്നുന്നു 69 followers, 68 followers ഉണ്ട്. 1000 followers, സോറി, 68,000 followers. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓർഗാനിക്. ഇറ്റ്സ് ഗ്രോയിങ്. അത് നമ്മൾക്ക് ഒരു പാഷൻ പ്രൊജക്റ്റ് ആയിട്ട് തുടങ്ങിയതാണ്. അങ്ങനെ പോകുന്നുണ്ട്. അഭിഷേക് ഇസ് വൺ ഹു ലുക്സ് ആഫ്റ്റർ ഇറ്റ് ലൈക്ക് A to Z. സോ യു ഹവ് ബീൻ ഗുഡ് അറ്റ് മാർക്കറ്റിംഗ് ഒരു പേജ് ഗ്രോ ചെയ്യാനും കമ്പനികൾക്ക് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യാനൊക്കെ. സെയിൽസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വാട്ട് ഈസ് വൺ തിങ് ദാറ്റ് യു ഹവ് ലേൺഡ്? ഈ ക്രേവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചെയ്തിട്ട് പഠിച്ചെടുത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? ഇറ്റ്സ് ലൈക്ക് വെരി സ്മോൾ ഹ്യൂമൻ സൈക്കോളജി. കാരണം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വിൽക്കുന്നത് മനുഷ്യന്മാർക്കാണ്. അപ്പോൾ ഹ്യൂമൻ സൈക്കോളജി പഠിക്കുക എന്നുള്ളത് വലിയൊരു സംഭവം. ഞാൻ വളരുന്ന സമയത്ത് അമ്മ പറയാറുണ്ട് എന്നെ പറ്റിക്കാൻ ഭയങ്കര ഈസിയാണ്, എനിക്ക് ആൾക്കാരെ മനസ്സിലാക്കാൻ പറ്റില്ല, റീഡ് ചെയ്യാൻ വളരെ കഴിവ് കുറവുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ബിസിനസ് തുടങ്ങണം എന്ന് വിചാരിച്ച് തുടങ്ങിയ ഒരാളല്ല. വി ഹാഡ് ഐഡിയാസ് ടു സോൾവ് ഇഷ്യൂസ്. അത് എങ്ങനെ ചെയ്യാന്നുള്ളൊരു റണ്ണിൻ്റെ ബാക്കിൽ അതിനൊരു മോണിറ്ററി വേണം. അങ്ങനെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയൊരു ഞാനായാലും ഈത്തനായാലും നമ്മളൊന്നും ബിസിനസ് ഫോക്കസ്ഡ് അല്ല. വി ആർ മോർ ഒരു ആക്ഷൻ ഫോക്കസ്ഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്ട് ഫോക്കസ്ഡ് ആണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ആൾക്കാരെ ഇപ്പോൾ ഒരു 5 years ആയി ഐ എം ഡൂയിങ് ദിസ്. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ ഇൻട്രസ്റ്റഡ് ആണോ അല്ലയോ അറിയാൻ. ഇഫ് നോട്ട് ഇൻട്രസ്റ്റഡ്, ദ മെയിൻ തിങ് യു ഹാവ് ടു ഡു ഇസ് ആസ്ക് ദെം ക്വസ്റ്റ്യൻസ് സോ ദാറ്റ് ദേ സ്റ്റാർട്ട് റിപ്ലൈങ്. അവർക്ക് ഓപ്ഷൻ കൊടുക്കുക അവർ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ പറ്റുന്നത്, ഇറ്റ് ബിക്കംസ് എ കോൺവെർസേഷൻ ദാൻ വൺ സൈഡ് നമ്മളിങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ യൂസ് ടു ഗോ ആൻഡ് ജസ്റ്റ് ടോക്ക് അബൌട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യും, ഞങ്ങൾ ഇത്ര വ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഗുഡ്. പക്ഷേ ലൈക്ക് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് ഒരു 20% he would care. What he would care is 80% if I'm addressing his issue. Correct. Like I'm asking Sharath, okay, Sharathന്റെ ബിസിനസ്സിൽ എന്താണ് ഇഷ്യൂ ഫേസ് ചെയ്യുന്നത്, എവിടെയാണ്, what do you think അങ്ങനെ ഒരു ലാക്ക് ഉള്ളത്, what is the reason, I should try to understand. അപ്പോൾ ഭയങ്കര പുഷി അല്ലാണ്ട് സെയിൽസ് ചെയ്യുക, അപ്പുറത്തിരിക്കുന്ന ആളൊരു തോട്ട് പ്രോസസ്സ് മനസ്സിലാക്കുക, അതിന് കൗണ്ടർ ചെയ്യൽ അവരെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുക. So I think it's consultative approach. ഡോക്ടർ so എനിക്ക് അതാണ് കുറച്ചുകൂടി വർക്ക്ഔട്ട് ചെയ്ത പോലെ തോന്നിയിട്ടുള്ളത്. There are other people online otherwise I have seen, they have different approaches. പക്ഷേ എനിക്ക് കുറച്ചുകൂടി തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ, if I am addressing their issue, their problem, and if I am trying to solve their problem with them, ആ ഒരു ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ it's not sales anymore. They feel more attached to you. And basically എന്ന് പറഞ്ഞാൽ സെയിൽസ് ആണെങ്കിലും ഇൻ ലൈഫ് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റ് തിങ് യു ഹാവ് ടു ബിൽഡ് എ ട്രസ്റ്റ്. നമ്മൾ ട്രസ്റ്റ് ഇല്ലാണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ഐ വിൽ ഗിവ് യു 1 million dirhams എന്ന് പറഞ്ഞാലും മറ്റേ ആഫ്രിക്കൻ പ്രിൻസിൻ്റെ കേസാവും. ആഫ്രിക്കൻ പ്രിൻസിൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ട്, പക്ഷേ സ്കാമാണ് ഇതാണെന്ന് ഇമെയിൽ വരുമ്പോൾ നമുക്കറിയാം. നോ വൺ ഗോസ് ഫോർ ഇറ്റ്. അപ്പോൾ അതേപോലെ ആയിരിക്കും. അപ്പോൾ ട്രസ്റ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ബിൽഡ്. അതിനിപ്പോൾ അഡ്മിറ്റിംഗ് അനദർ ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഓവർ ഡിഫെൻഡിങ്. അപ്പോൾ ഞാനൊരു സംഭവം അവരോട് പറഞ്ഞു, ഞാൻ പറയാണ് ഇങ്ങനെ ചെയ്യാം, ഇത്ര നമ്പേഴ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇഫ് ഫോർ സം റീസൺ അത് അച്ചീവ് ചെയ്തില്ല, യു ഷുഡ് അക്സെപ്റ്റ് ഇറ്റ്. അപ്പോൾ അത് ഓവർ ഡിഫെൻഡ് ചെയ്യുന്ന കേസസ് ഞാൻ കണ്ടിട്ടുണ്ട് വിത്ത് അതർ പീപ്പിൾ. അപ്പോൾ അതൊക്കെ ഞാൻ ഓവർ ദ ടൈം പഠിച്ചുള്ള കേസാണ്. ബട്ട് ഇൻ ഷോർട്ട് ടു പോയിന്റ് ഔട്ട്, ഫസ്റ്റ് സെയിൽസ് എന്ന് പറയുമ്പോൾ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദ അതർ പേഴ്സൺസ് ഇഷ്യൂസ് ആർ, ലൈക്ക് അവരെന്താണ് ഫേസ് ചെയ്യുന്നത് അതിനെ അഡ്രസ്സ് ചെയ്യാം. സെക്കൻഡ്, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് മൈൻഡ് സ്റ്റേറ്റിലാണ് അവരിയ്ക്കുന്നത്, അതിനനുസരിച്ച് സംസാരിക്കുക. ഒരാൾ നമ്മൾ സംസാരിക്കുന്നത് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരാളോടാണ് നമ്മൾ സംസാരിക്കാൻ പുഷ് ചെയ്യാൻ നോക്കുന്നതെങ്കിൽ ദർ ഇസ് നോ പോയിന്റ്, അത് ഈ ചെവി കൂടെ കേട്ടിട്ട് പോകും. അപ്പോൾ ട്രൈ ടു മേക്ക് എ കോൺവെർസേഷൻ, ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കാൻ നോക്കുക, അവരെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക, അവരോട് സംസാരിക്കാൻ നോക്കുക. തേർഡ്, ട്രൈ ടു ബിൽഡ് ട്രസ്റ്റ്. ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ക്ലോസ് എ ഡീൽ. സോ maybe it might be a longer process, but I'm definitely sure trust build ചെയ്ത് കഴിഞ്ഞാൽ it will be a longer journey with that particular person. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഇത് ഫെയിൽ ആയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ക്രെഡിബിലിറ്റി ട്രസ്റ്റ് ഉണ്ടെങ്കിൽ മേ ബി ഫോർ ദ സെക്കൻഡ് ഓർ തേർഡ് പ്രൊജക്ട് ഈ മൈറ്റ് കൺസൾട്ട് ചെയ്യും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ പല കേസസ് ഉണ്ടായിട്ടുണ്ട്. സെയിം ഓണറിന് പല ബിസിനസ്സസ്, ഒരു ബിസിനസ് നമ്മൾ ചെയ്തത് അത്ര ഫ്രൂട്ട്ഫുൾ ആയിട്ട് വർക്ക് ആയില്ല,
then they still come back. ഇപ്പോൾ റഫ് പേപ്പർ എൻ്റെ മാർക്കറ്റിംഗ് ഏജൻസിൻ്റെ കേസാണ്, അഗൈൻ വി ഹാവൻ, നിങ്ങൾ എവിടെയും ഒരു ആഡോ കാര്യങ്ങളോ ഒന്നും കാണില്ല, ഒക്കെ നമുക്ക് റെഫറൽസ് ത്രൂ ആണ് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് ആദ്യത്തെ ക്ലയൻറ്റ് രണ്ടാമത്തെ ക്ലയൻറ്റിനെ റെഫർ ചെയ്തു, രണ്ടാമത്തെ ക്ലയൻറ്റ് മൂന്നാമത്തെ നാലാമത്തെ ക്ലയൻറ്റിനെ റെഫർ ചെയ്തു, അങ്ങനെ ഒരു ട്രീ ആയിട്ട് ഗ്രോ ചെയ്യും. ഇറ്റ്സ് മെയിൻലി ബിക്കോസ് ട്രസ്റ്റും ക്രെഡിബിലിറ്റിയും ബിൽഡ് ചെയ്യുക. ദാറ്റ്സ് വാട്ട് ഐ തിങ്ക് അഗൈൻ വർക്ക് ഫോർ മീ. അപ്പോൾ ഈ സെയിൽസിനെ പറ്റിയിട്ട് പറഞ്ഞപ്പോൾ ഈ ക്ലയൻസ് ലീഡ്സിനെ കണ്ടെത്തുന്ന നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. സോ എൻ്റെ യൂഷ്വൽ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രേവിൻ്റെ കേസ് ഞാൻ സ്പെഷ്യൽ എടുത്തുതരാം. ഇപ്പോൾ ക്രേവിന് ഞാൻ യൂഷ്വൽ ചെയ്യുന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഞാൻ ഗൂഗിൾ മാപ്പിൽ പോവും, അവിടെയുള്ള ഒരു ഏരിയ ചൂസ് ചെയ്യും, അവിടെയുള്ള റെസ്റ്റോറൻറ്റ്സ് നോക്കും, ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സിനാണ് ഡെലിവറി കൊടുക്കുന്നതെന്നുള്ളത്. ഗൂഗിൾ മൈ ബിസിനസ്സിലൊരു ടാഗ് ഉണ്ടാവും, ഡെലിവറി എന്നുള്ള ടാഗ്. അപ്പോൾ അത് നോക്കും. എന്നിട്ട് അതിന് ശേഷം അത് ഒന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഐ ഗോ ത്രൂ ദ കമൻറ്റ് സെക്ഷൻ. കമൻസിൽ ആരെങ്കിലും ഡെലിവറിനെ കുറിച്ച് മോശം പറഞ്ഞിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ. സോ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡിയാണ് ആ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട്. ഐ ടേക്ക് നോട്ട് ഓഫ് ഓൾ ദീസ് തിങ്സ്. അവരോട് പോയി സംസാരിക്കുന്ന സമയത്ത് എനിക്കറിയാം ഈ പോയിന്റ് അവരൊരു പെയിൻ പോയിന്റ് ആണ്, അത് ഞാൻ കൊണ്ടുവന്ന് തരണം. ഫോർ എക്സാമ്പിൾ ചില ഇതിൻ്റെ കേസായിരിക്കും മെസ്സേജിന് റിപ്ലൈ ഇല്ല. അതൊക്കെ ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഗൂഗിൾ മൈ ബിസിനസ്സിലൊക്കെ റിവ്യൂ ആയിട്ട് വരുന്നത്. അയക്കുന്നതിന് റിപ്ലൈ ഇല്ല. ഫോർ എക്സാമ്പിൾ ഡെലിവറി ഭയങ്കര ഡിലേഡ് ആണ്, ഞാൻ ചോദിച്ച സാധനങ്ങളല്ല വന്നിട്ടുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ അവരോട് സംസാരിക്കുന്ന സമയത്ത് ചെയ്തിരുന്നു. സോ ഇറ്റ് വാസ് എ മാനുവൽ പ്രോസസ്. പക്ഷേ ഇപ്പോൾ AI വന്ന സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ കോമറ്റ് ഐ വാസ് ജസ്റ്റ് ട്രൈങ് ഔട്ട്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ഐ ലിറ്ററലി എക്സ്പ്ലെയിൻ ദാറ്റ് ടു കോമറ്റ്. കോമറ്റ് ഇസ് എ ബ്രൗസർ. കോമറ്റ് ഇസ് AI ബേസ്ഡ് ബ്രൗസർ. പെർപ്ലെക്സിറ്റിൻ്റെ ഒരു ബ്രൗസറാണ് കോമറ്റ്. ഐ തിങ്ക് യു കുഡ് ഡു ദ സെയിം വിത്ത് ചാറ്റ് GPT-ൻ്റെ ഏജൻസ് ആണെങ്കിലും ജെമിനൈ ഒക്കെ വെച്ചിട്ട് യു വിൽ ബി ഏബിൾ ടു ഡു ഇറ്റ്. ബട്ട് ഐ ട്രൈഡ് പെർപ്ലെക്സിറ്റി വെച്ചിട്ട്. അപ്പോൾ ഏർലിയർ ഞാൻ ഈ ഒരു സംഭവം ചെയ്യാൻ യൂസ് ടു ടേക്ക് അവേഴ്സ്. കാരണം ഞാൻ ഓരോ ആൾക്കാരെ ആദ്യം ഡെലിവറി മാത്രം ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സിനെ കണ്ടുപിടിക്കണം, അവരെ കമൻറ്റ് സെക്ഷനിൽ പോയി നോക്കണം, അങ്ങനത്തെ പിന്നെ ഇത് നോട്ട് ഡൗൺ ചെയ്ത് വെക്കണം. സോ ഞാനിത് കോമറ്റിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. വിത്തിൻ ഒരു 2 to 3 minutes ഏരിയ സ്പെസിഫൈ ചെയ്യണം. It gave me an Excel sheet with restaurants അവർക്ക് ഡെലിവറി ഉണ്ടോ ഇല്ലയോ ഇതൊക്കെ. അപ്പോൾ ഐ വാസ് ലൈക്ക്, ഓ പ്രിറ്റി നൈസ്. ഇനി ഇതൊരു സ്റ്റെപ്പും കൂടി ഫെർദർ എടുക്കുക. അപ്പോൾ ഞങ്ങളുടെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ട്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ ഇഫ് എനി ഓഫ് ദ ബ്രാൻഡ്സ് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ഏരിയ ഹാസ് യൂസ്ഡ് ഇത്. ബിക്കോസ് ഇറ്റ്സ് പ്രിറ്റി ഡിഫിക്കൽട്ട്. കാരണം ഈ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് ഓരോ പേജിൽ പോയി നോക്കണം ഈ ഒരു വെബ്സൈറ്റ് ഉണ്ടോ ഇല്ലയോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. സോ അത് അവർ ആ ഫീൽഡിൽ അത് ആഡ് ചെയ്തിരുന്നു. ആ റെസ്റ്റോറൻറ്റ് ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇറ്റ് സ്റ്റാർട്ടഡ് ഷെയറിങ് ദ ലിങ്ക്. അപ്പോൾ ദെൻ ഫോർ മീ ഐ കുഡ് ഗോ ആൻഡ് ടെൽ, ഓക്കെ നിങ്ങൾക്ക് ഇതിലുണ്ടായിരുന്നു അല്ലേ, ബിക്കോസ് വി ആർ സോൾവിങ് ആ ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ യൂസ് ചെയ്ത് ക്ലയൻസ് ഫേസ് ചെയ്തിരുന്ന ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ സോ ഐ ടേക്ക് ദ പെർട്ടിക്കുലർ ബ്രാൻഡ് ആൻഡ് ദെൻ ഐ ടെൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ദിസ് വുഡ് ബി സംതിങ് ദാറ്റ് യു ഹാവ് ഫേസ്ഡ് എന്നുള്ള രീതിയിൽ. ദെൻ ഒരു ദിവസം നമ്മളിങ്ങനെ ഇരുന്ന് ഇതാക്കിയപ്പോൾ ഇതൊന്നും കൂടി ഒന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഐ ബേസിക്കലി ജസ്റ്റ് ആസ്ക്ഡ്, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ട് ഗോ ആൻഡ് സെർച്ച് ഓൺ ലിങ്ക്ഡിൻ ആൻഡ് അതർ പേജസ്, ട്രൈ ടു ഇതിൻ്റെ ഫൗണ്ടേഴ്സ് ഉണ്ടല്ലോ, ഫൗണ്ടേഴ്സിനെ കുറിച്ചിട്ട് ഒന്ന് എനിക്കൊരു ഐഡിയ വേണം, അവർ ലിങ്ക്ഡിൻ ലിങ്ക് കിട്ടണമെങ്കിൽ അതും വേണം. സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. സോ ബേസിക്കലി ഇപ്പോൾ I just have to specify the region. I just have to specify a number of leads I need to get. 50 to 60 ആണ് യൂഷ്വലി ഐഡിയലായിട്ട് വന്നിട്ടുള്ളത് എനിക്ക്. അത് വെച്ച് കഴിഞ്ഞാൽ within 2 minutes it'll give me a detailed description of restaurant, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, whether they are doing delivery or pickup, അവരെ ഓണേഴ്സ് ആരൊക്കെയാണ്, if they have used our കോമ്പറ്റീറ്റർ അല്ല ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് they have used. ഇത് വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ കിട്ടണം. ദെൻ ഐ ജസ്റ്റ് give them a call, or I try to visit the restaurant, try to get a contact from the manager, or try to talk about this to the branch manager over there. So അതാണ് നമ്മളുടെ ക്രേവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു സെയിൽസ് സൈക്കിൾ. ഇൻട്രസ്റ്റിംഗ്. അത് കേൾക്കുന്ന ആർക്കും യൂസ് ചെയ്യാവുന്നതാണ്. കോമറ്റ് ബ്രൗസർ ഡൗൺലോഡ് ചെയ്യുക ആൻഡ് പ്രോംപ്റ്റ് ചെയ്യുക അല്ലേ? ഞാനും യൂസ് ചെയ്യുന്നുണ്ട് കോമറ്റ്, ഞാനും യൂസ് ചെയ്യുന്നുണ്ട്. വെരി ഇൻട്രസ്റ്റിംഗ്. വെരി കാരണം ഇത് ബേസിക്കലി എന്താ അവർ ഏജന്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാനുവലി ഇരുന്ന് 2-3 hours ഇരുന്ന് ചെയ്യുന്ന സംഭവം they are just doing it in 5 minutes. നമുക്ക് കാണാൻ പറ്റും, ആക്ച്വലി കാണാം. കോമറ്റ് പോയിട്ട് വെബ്സൈറ്റിൽ പോയിട്ട് പിക്ക് ചെയ്യുന്നതും സ്ക്രോൾ ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാം. ദാറ്റ്സ് വെരി നൈസ്. സോ നേരത്തെ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വന്ന കാര്യം പറഞ്ഞു. സോ യു ആർ ഫണ്ടഡ് ബൈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്.
അപ്പോൾ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഫണ്ട്സ് റേസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ടോ? യെസ്, ഇപ്പോൾ നമ്മൾ ഫണ്ട് ഇപ്പോൾ റേസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മളൊരു $1 million ആണ് റേസ് ചെയ്യാൻ നോക്കുന്നത്. നമ്മളൊരു നെക്സ്റ്റ് 1 to 2 yearsൻ്റെ റൺവേക്ക് വേണ്ടിയിട്ട് 14 months ടു ബി സ്പെസിഫിക്. അതിൻ്റെ റൺവേക്ക് വേണ്ടിയിട്ട് വി ആർ ട്രൈങ് ടു റേസ് $1 million. മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ക്രേവിൻ്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ വി വോണ്ട് ടു സോ റൈറ്റ് നൗ ഇതൊരു ഇറ്റ്സ് എ സാസ് പ്രോഡക്റ്റ്. പക്ഷെ ഒരു സാസ് പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലല്ല നമ്മൾ സെല് ചെയ്തിട്ടുള്ളത്. സോ സ്റ്റാർട്ടിങ് ഓഫ് 2026 പീപ്പിൾ ഫ്രം അക്രോസ് ദ വേൾഡ് വിൽ ബി ഏബിൾ ടു യൂസ് എ പ്രോഡക്റ്റ്. ആസ് ഇൻ അവർക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വന്ന് വാങ്ങി യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. We are going to launch we have soft launched justcraven.com എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ്. മെയിൻ ഐഡിയ ഇസ് ഫുഡ് ഡെലിവറി ആപ്സിൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾ ദീസ് ഫുഡ് ഡെലിവറി ആപ്സ് അവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സിനെ അല്ലെങ്കിൽ ബിസിനസ്സുകളെ മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. സോ വി വർ തിങ്കിങ് ദർ ഇസ് നോ പ്ലാറ്റ്ഫോം ഇൻ UAE അറ്റ്ലീസ്റ്റ്. നമ്മൾ UAE ആണ് പ്രൈമറി ഫോക്കസ്. ഇൻ UAE അറ്റ്ലീസ്റ്റ് വേർ ഇഫ് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഏതൊക്കെ റെസ്റ്റോറൻറ്റ്സ് എൻ്റെ അടുത്തേക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും, അവരെ മെനു കാര്യങ്ങൾ കാണുക. അവർ നമ്മളെ ക്രേവൻ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. സോ നമ്മൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്, justcraven.com. സോ എനി ഓഫ് യുവർ വ്യൂവേഴ്സ് ഇഫ് you want to be listed on justcraven.com, you can go to justcraven.com and then list yourself. It's absolutely free. If you are a restaurant, supermarket or any such retail outlets, you can list yourself for free. Nice. So that is something that we are building. നമ്മളുടെ ഒരു സൈഡിൽ നിന്ന് വി വോണ്ട് ടു ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ള രീതിയിൽ. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് വി ആർ ബിൽഡിങ്. ഫ്യൂച്ചറിൻ്റെ ഒരു ഇതിൽ വി ആർ ഗെറ്റിംഗ് കുറച്ചും കൂടി വി ആർ ഡൈവിങ് ഡീപ്പ് ഇൻ ടു കോമേഴ്സ് സ്പേസിൽ വി ആർ റീബിൽഡിങ്. വി ഹാവ് 2-3 ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് വിത്തിൻ ദ കോമേഴ്സ് സ്പേസ്. സോ സൂപ്പർ മാർക്കറ്റ്സിന് ദേ ഹാവ് ഹ്യൂജ് SKUs, 30,000-60,000 ഒക്കെ വരുന്ന ഐറ്റംസ്. സോ അത് നമുക്ക് കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെങ്ങനെ നമുക്ക് അവർക്ക് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഡേറ്റ കൊടുത്ത് അവരെ സിസ്റ്റം ഒന്നും കൂടി സ്ട്രീംലൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ്. സോ ഇറ്റ്സ് ഓൾറെഡി ദർ ഇൻ ദ മാർക്കറ്റ് ദാറ്റ് വി ഹാവ് ബിൽഡ്. Madina is using our product. We are slowly getting into other supermarket chains. So അതാണ് ഇപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് 2026 ഒരു ഫസ്റ്റ് 2 quartersൻ്റെ ഒരു ഇത് പ്ലാൻ വരുന്നത്. വി ആർ ബിൽഡിങ് ഫ്യൂ ഇൻട്രസ്റ്റിംഗ് സ്റ്റഫ് ബാക്ക് എൻഡിൽ. അതിൻ്റെ ഒരു ഇതായിട്ട് ടെസ്റ്റിംഗ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അത് ആകുമ്പോഴത്തേക്കും ക്രേവിൻ്റെ കീഴിൽ 3 verticals ആണുള്ളത്. There is Craven Food, Craven Commerce and Craven Sports. So Craven Food is for restaurants. Craven Commerce is for any commerce brand who wants to sell through WhatsApp. Craven Sports is a booking solution for sports industry specifically. So UAE's first neon badminton court Yonex-ന്റെ അവർ നമ്മുടെ സൊല്യൂഷൻ യൂസ് ചെയ്യുന്നൊരു ആൾക്കാരാണ്. സോ അവിടെയൊക്കെ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ വേഴ്സ് ആണ് സിറ്റുവേഷൻ, ടു ബി ഫ്രാങ്ക്. റെസ്റ്റോറൻറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് ഈവൻ വേഴ്സ്. സ്പോർട്സിൻ്റെ കേസിൽ ദർ ആർ ലൈക്ക് 2 monopolies മെയിൻലി. ദർ ഇസ് എ സ്ലൈറ്റ്ലി സാഡ് സ്റ്റോറി അതിൻ്റെ ഒരു ഇതിൽ. ബട്ട് ടു കട്ട് ഷോർട്ട്, ദർ ആർ മെയിൻലി 2 monopolies. അവരാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ബുക്കിങ്സ് നോക്കുന്നത്. ആൻഡ് അവരതിനുള്ള കമ്മീഷനും കാര്യങ്ങളും പിടിക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ലെഗസി ബ്രാൻഡ്സ്, കുറച്ചൊരു 5+ years ആയിട്ടുള്ള ബ്രാൻഡ്സിന് ദേ ഹാവ് റെക്കറിങ് കസ്റ്റമേഴ്സ്. അപ്പോൾ അതിലും അഗെയിൻ ഒരു ഹ്യൂമൻ ബിഹേവിയറിൻ്റെ ഇതാണ്. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് കഴിക്കുന്ന സ്ഥലത്ത് വീണ്ടും നാളെ ഒന്ന് കഴിക്കണം എന്നില്ല. ഞാൻ ചിലപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ള രീതിയിൽ പോകും. പക്ഷെ ഞാൻ ഇന്ന് പോയി ഫുട്ബോൾ കളിച്ച ഒരു ഗ്രൗണ്ടിൽ നാളെ ഞാൻ അവിടെ തന്നെ വന്നിട്ടാണ് കളിക്കാനൊരു 80% ചാൻസ് ഉള്ളത്, 80-85% ചാൻസ് ഉള്ളത്. നമ്മളൊരു സ്ഥലം മാറി വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ടെൻഡൻസി വളരെ കുറവാണ്. അപ്പോൾ ഈ ബുക്കിംഗ് ആപ്സ് ത്രൂ വരുന്ന കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ബുക്ക് ചെയ്ത് വീണ്ടും വീണ്ടും കമ്മീഷൻ കൊടുത്ത് വരുന്നത് ഒരേ വെന്യൂലേക്കാണ്. അപ്പോൾ അധിക ബിസിനസ്സുകളും വാട്സാപ്പ് ത്രൂ ഓർഡേഴ്സ് എടുക്കാൻ 2-3 റിസപ്ഷനിസ്റ്റിനെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താ അവിടുത്തെ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 റിസപ്ഷനിസ്റ്റിന് ദർ ഇസ് എ ടൈം അറ്റാച്ച്ഡ് വിത്ത്. 24/7 അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. വി ആർ സോൾവിങ് ദാറ്റ് ഇഷ്യൂ. ആ സിസ്റ്റം വർക്ക്സ് 24/7. പിന്നെ വാട്സാപ്പ് ത്രൂ ഓട്ടോമേറ്റഡ് ആണ്. യു വുഡ് നോ ഏതൊക്കെ സ്ലോട്ട് അവൈലബിൾ ആണ്, ഏതൊക്കെ സ്ലോട്ട് അവൈലബിൾ അല്ല, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റും. അപ്പോൾ ദാറ്റ്സ് എ സിസ്റ്റം ദാറ്റ് വി ഹവ് ബിൽഡ്. അഗെയിൻ കമ്മിങ് വിത്ത് ഓൾ ദ വാട്സാപ്പ് മാർക്കറ്റിംഗ് ടൂൾസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിസ്റ്റമാണ് അവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ വി വർ സപ്പോസ് ടു ഇൻ്റഗ്രേറ്റ് വിത്ത് എ ഹ്യൂജ് പ്ലെയർ.
ബട്ട് വൺ പോയിന്റ് ഞങ്ങൾ സെയിൽസ് ഒക്കെ ഇതാക്കി സ്റ്റാർട്ടിങ്ങിൽ ഒരു 14 ബിസിനസ്സുകൾ അവരുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു ഇങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ദേ അണ്ടർസ്റ്റുഡ് ഓക്കെ ഇതൊരു മൈഗ്രേഷന് ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ദേ അണ്ടർസ്റ്റുഡ് ഐ ഗെസ് ദേ കോൾഡ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ അത് നമുക്കൊരു അതേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞൊരു ചെറിയൊരു സാഡ് ഇതുണ്ടായിരുന്നു. ബട്ട് അഗെയിൻ ഇറ്റ്സ് ഓൾ. അപ്പോൾ നമുക്കിപ്പോൾ ലെഗസി കുറച്ച് കൊല്ലമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന അവർക്ക് സ്വന്തം ഒരു കസ്റ്റമർ ബേസിലുള്ള ബ്രാൻഡ്സ് ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് ക്രേവൻ സ്പോർട്സിൻ്റെ കേസിൽ. അപ്പോൾ ഇത് 3 വേർട്ടിക്കൽസ് ആണ് നമുക്കുള്ളത്. സോ അപ്പോൾ മേ ബി ഇൻ ഫ്യൂച്ചർ ദർ മൈറ്റ് ബി ലൈക്ക് 1 or 2 more. ഓക്കെ, ദാറ്റ് ഈസ് പ്ലാനിലുള്ള സംഗതിയാണോ? ഓക്കെ. സോ ഒരു ടീസ് തരാണെങ്കിൽ വി ആർ ബിൽഡിംഗ് എ സൊല്യൂഷൻ വെയർ യു ക്യാൻ ഇപ്പോൾ ടിക്കറ്റൊക്കെ നമ്മളിപ്പോൾ ബുക്ക് ചെയ്യുന്നത് പ്ലാറ്റിനം ലിസ്റ്റ് അങ്ങനത്തെ ഇതിലാണല്ലോ. ആൻഡ് യൂഷ്വലി അവിടെയും ഈ ഒരു കമ്മീഷൻ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഇപ്പോൾ ചില ഇവൻറ്റ്സ് ഉണ്ട് വിച്ച് ഹാപ്പൻസ് റെഗുലർലി എവറി ഇയർ. ഫോർ എക്സാമ്പിൾ ജൈടെക്സ് ആയിക്കോട്ടെ, അതൊരു വലിയ ഇവൻ്റാണ്. അറ്റ് ദ സെയിം ടൈം ദർ ആർ സ്മോൾ സ്കെയിൽ ഇവൻറ്റ്സ് വിച്ച് ഹാപ്പൻസ് എവറി സിംഗിൾ ഡേ. അപ്പോൾ അവരൊക്കെ ഡിപ്പെൻഡൻ്റ് ഓൺ ദിസ് പെർട്ടിക്കുലർ ബ്രാൻഡാണ്. ബട്ട് ഇഫ് യു ഇൻവെസ്റ്റ് ഇനഫ്, if you do marketing, if you try to bring them to WhatsApp, you could still do ticketing and booking and all those through WhatsApp. നിങ്ങളുടെ സ്വന്തം കസ്റ്റമർ ബേസോ അടുത്ത നെക്സ്റ്റ് ഇയർ ഇഫ് യു ആർ ലോഞ്ചിങ്, you could just send a broadcast to all this 100,000 people that you have. അതിൽ നിന്ന് തന്നെ ക്വിക്ക്ലി യു വിൽ ഗെറ്റ് ഒരു നല്ലൊരു സംഖ്യം കൺവേർട്ട് ചെയ്ത് കിട്ടാനും പറ്റും. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വി ആർ വർക്കിംഗ് ഓൺ. സോ എനിവേസ് താങ്ക് യു ഫോർ ബീങ് ഓൺ ദ ഷോ. If you have something to say, ഇപ്പോൾ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ this is the time. Yeah, so again ഞാൻ പ്രൂവണോ കാര്യങ്ങളൊന്നുമല്ല. We are just trying. We are just couple of 27-year-olds trying to do few things. അപ്പോൾ one thing I have seen is, especially ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയൻ്റെ കേസ് ആയതുകൊണ്ടാണോ എനിക്കറിയില്ല, you see a lot of people who make and break you don't usually see. who get to the posh ലൈഫും കാര്യങ്ങളൊക്കെ ഇമ്മീഡിയറ്റ്ലി. സോ അത് കാരണം തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഐ ഹാവ് സീൻ ഒരു ഹസിൽ കൾച്ചറിന് ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പീപ്പിൾ നോ ഓക്കെ ഒരു 3 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത് വരിക. സോഷ്യൽ മീഡിയ ഇൻ്റർനെറ്റ് കാരണം അത് സ്പീഡപ്പ് ആയിട്ടുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് ഇത് നമ്മളുടെ ഒരു ഇതിനെ വെച്ച് നോക്കുമ്പോൾ, സൈക്കോളജി നമ്മളുടെ ഒരു ഇതിനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ റെസ്റ്റ്ലെസ് ആവുന്നുണ്ട്. 6 months ഞാനൊന്നും ആയില്ല, 1 കൊല്ലത്തിൽ എവിടെ എത്തിയില്ല. സോ നമ്മൾ ഒരു ബിസിനസ് ഗ്രോ ചെയ്യാനുള്ള ഒരു ടൈം കൊടുക്കാണ്ട് ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഐ വുഡ് വോണ്ട് ടു സേ, ആരെങ്കിലും ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡു മാർക്കറ്റ് റിസർച്ച്, ട്രൈ ടു ഡു MVP, ഗിവ് യുവർ പ്രൊഡക്റ്റ് മേ ബി നോട്ട് ഫോർ ഫ്രീ ബട്ട് അറ്റ്ലീസ്റ്റ് സി ഇതിന് യൂസ് കേസ് ഉണ്ടോ, എന്താണ് സംഭവം, ഇൻട്രസ്റ്റ് ഉണ്ടോ. യൂസ് കേസിനെ കാട്ടി കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടോ ആൾക്കാർക്ക്, ദേ വോണ്ട് ടു ട്രൈ ഇറ്റ് ഔട്ട്, ഇവർക്ക് എന്താണ് ഇത് അറിയാനുള്ള ഒരു കൗതുകം ഉണ്ടോ, ആൻഡ് ദെൻ വർക്ക് ഓൺ ഇറ്റ്, ഗിവ് എവറിത്തിങ്. ഇപ്പോൾ എസ്പെഷ്യലി ഇഫ് യു ആർ 30 years younger ആണെന്ന് വെച്ചാൽ യു ഹാവ് ഇനഫ് ടൈം, ഗിവ് യുവർ കംപ്ലീറ്റ് എനർജി വെൻ യു ആർ ഡൂയിങ് ഇറ്റ് 24/7. അവർക്കൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും. ഐ എം നോട്ട് എന്താ പറയുക, അത് ഒരു ഭയങ്കര ഇതാക്കല്ല, ബട്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രസമുണ്ട്. വെൻ യു ലുക്ക് ബാക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു രസമുണ്ട്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ, ബിക്കോസ് അത് ഇതിൻ്റെ ഒപ്പം വരുന്നതാണല്ലോ. വെൻ യു സ്റ്റാർട്ട് ഒബ്വിയസ്ലി അതിനൊരു ഫെയിലിയർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇറ്റ്സ് എ 2 way, 2 രീതിയിലും പോവാം. ബട്ട് ഫെയിലിയർ വന്നാലും ഡോണ്ട് ലൈക്ക്, ബിക്കോസ് യു സ്റ്റാർട്ടഡ് നോയിങ് ഇത് ഫെയിൽ ആവുന്നു. അപ്പോൾ ഫെയിൽ ആയി കഴിയുമ്പോൾ എന്തിനാ നിങ്ങൾ സങ്കടപ്പെടണം? ട്രൈ ടു മൂവ് ഓൺ ആൻഡ് ട്രൈ ടു സീ വാട്ട് ക്യാൻ ബി ഡൺ നെക്സ്റ്റ്. അപ്പോൾ അതാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. ഡോണ്ട് ഗിവ് അപ്പ്. സോ ഞങ്ങൾ റഫ് പേപ്പർ തുടങ്ങിയപ്പോഴും ഞങ്ങൾ ഇട്ടൊരു സംഭവം ഡു ആൻഡ് ഇൻസ്പയർ എന്നായിരുന്നു. സോ ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് മാർക്കറ്റിംഗ് ഏജൻസീസ് ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്. ഒന്നുമില്ല ചെയ്യാൻ. ഞങ്ങളത് ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളത് തുടങ്ങിയത് തന്നെ ഡു ആൻഡ് ഇഫ് 1-2 ആൾക്കാർക്ക് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് വെച്ചാൽ ലെറ്റ്സ് ഇൻസ്പയർ എന്നുള്ള രീതിയിലാണ്. ആസ് ഐ സെഡ്, നമ്മൾ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങിയത് ഒരു ഫണ്ട് റേസ് ചെയ്യാനും നമ്മളെ ഐഡിയാസിന് ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. So find solutions, try to help people, and solve a problem that you are passionately correct. Okay, anyways, thank you for being on the show. My pleasure. We'll have another session maybe in the future. Definitely. Always happy. ഇനിയും ഒരു മൾട്ടിഫോൾഡ് ഗ്രോത്ത് ഉണ്ടായതിനു ശേഷം. Okay, perfect.